السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. അൽഹംദുലില്ലാ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം മുഹറം 10 ആശുറാഇൻ്റെ മഹത്വങ്ങളും അതിൻ്റെ ബർക്കത്തുകളൊക്കെ പ്രത്യേകം അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുന്ന ദിവസം. നമ്മളിവിടെ അഹ്ലുബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മദ്ഹ് പറയാൻ വേണ്ടി, അവരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടി. നമ്മളെ മശായിഖന്മാരൊക്കെ ഇഷ്ടപ്പെടുന്ന ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔലിയാക്കളിൽ പ്രധാനിയും മശായിഖന്മാരിൽ ഉന്നതരുമായ അൽ ഖുത്ബുർ റബ്ബാനി മഹാനരായ ഷെയ്ഖ് അഹ്മദ് തിജാനി ഖദ്ദസല്ലാഹു സിറഹു, അവരെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല ഒരു മജ്ലിസായി അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യട്ടെ. നമ്മൾ നേരത്തെ മശായിഖന്മാരുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് പലരും അറിവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളും അതിൻ്റെ മറുപടിയൊക്കെ ആയിട്ട് ഇവിടെ നമ്മൾ ഇതുപോലെ ഇരുന്നിരുന്നു. പിന്നീട് അത് യൂട്യൂബിൽ വന്നപ്പോൾ പലരും വിളിച്ച് അതിൻ്റെ പ്രത്യേക സന്തോഷങ്ങളൊക്കെ അറിയിച്ചു. അൽഹംദുലില്ലാ. ഇന്ന് നമുക്ക് അഹ്ലുബൈത്താണല്ലോ വിഷയം. നേരത്തെ ഉസ്താദ് പറഞ്ഞു, സൂഫിസം തസവൂഫിൻ്റെ അഹ്ലുകാർ, മശായിഖന്മാരെ അഹ്ലുകാർ അവർ റാഫിളിയത്തുമല്ല നാസിബിയത്തുമല്ല എന്നതാണ് ഇപ്പം നമുക്ക് പറയാനുള്ള വിഷയം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഏറ്റവും സുപ്രധാനമാണത്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ മശായിഖന്മാരെ വഴി എന്നാണല്ലോ. മശായിഖന്മാരോട് ബന്ധപ്പെടാതെ ഒരിക്കലും അഹ്ലുസുന്ന ഉണ്ടാവില്ല. കേരളത്തിലെ അവസ്ഥ തന്നെ നേരത്തെ ഏതെങ്കിലും ഒരു ഷെയ്ഖിലേക്ക്, മഹാനിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടല്ലാതെ ഒരാളെയും പറയലില്ല എന്നാണ്. പഴയ കാലത്തൊക്കെ ഏതെങ്കിലും ഒരു മശായിഖന്മാരുമായിട്ട് അതിന് ബന്ധമുണ്ടാവും. മശായിഖന്മാരെന്ന് പറയുമ്പോൾ അവരെല്ലാം ഒന്നായിരിക്കും, വ്യത്യസ്ത ത്വരീഖുകളായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിൽ തന്നെ ഒരാൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ അത് അയാളുടെ ഒരു പ്രത്യേക തൗഫീഖാണ്. ഏതായാലും മശായിഖന്മാരെ വഴി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ. മശായിഖന്മാരെ വിമർശിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. പേരിന് പറയാ ഞങ്ങളാണ് സുന്നികൾ എന്നൊക്കെ. യഥാർത്ഥ അഹ്ലുസുന്ന എന്നും മശായിഖന്മാരുടെ കരങ്ങളിലും അവരെ പിന്തുടർന്നുകൊണ്ടുള്ള ജീവിതത്തിലും ആവും. അപ്പോൾ ആ ഒരു വഴിയിൽ എന്നും നമുക്ക് അള്ളാഹു ഇസ്തിഖാമത്ത് നൽകട്ടെ. നമ്മളും നമ്മളെ മശായിഖന്മാരും അവർ എന്നും നമ്മളെ നോക്കുന്ന ഒരവസ്ഥയിൽ നമ്മളുണ്ടാകണം എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇവിടെ അഹ്ലുബൈത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാനരായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു, മഹദിയായ ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു, അവരെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഇവരെ മഹബത്ത് വെക്കുകയും അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ വഴി. അവരെ എതിർത്ത് അവരുമായി വിരോധത്തിലാകുന്ന വഴി അഹ്ലുസുന്നക്കില്ല. അത് നേരത്തെ അങ്ങനെയാണ്. ഞാനതിൻ്റെ 1-2 ഹദീസുകൾ ആദ്യം പറയാം. ആ ഹദീസുകളിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാവും. നാസിബിയത്ത്, റാഫിളിയത്ത് ഇത് രണ്ടും അല്ല അഹ്ലുസുന്ന എന്നാണല്ലോ നമ്മൾ പറയുന്നത്.
അത് നേരത്തെ തന്നെ ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ്. ഞാൻ നേരെ ചർച്ചയിലേക്ക് പോകുന്ന നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനു മുമ്പും ക്ലാസ് നടന്നിട്ടുണ്ട്, ഇനി ക്ലാസ് വരാനുമുണ്ട്. ഇന്ന് പിന്നെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും നോമ്പിലൊക്കെയാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ഇരുന്നാൽ മതിയോ. മറ്റു ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സൊക്കെ അധികവും ആൾക്കാർ ഉറക്കിലായി പോയല്ല, കാരണം ഭക്ഷണം കഴിച്ച് നേരെ ഇരിക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ നല്ലൊരു ദിവസം അഹ്ലുബൈത്തിനെ കുറിച്ച് മശായിഖന്മാർ അഹ്ലിലായി ഇരുന്ന് പറയാന്ന് പറഞ്ഞാൽ അത് വലിയൊരു സന്തോഷമാണ്. സത്യത്തിൽ ഇവിടെയൊക്കെ നമ്മൾ വരുന്നത് വഅ്ള് പറയാനൊന്നുമല്ല, നമ്മളെ ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ്. വലിയ വലിയ മശായിഖന്മാരിലേക്ക് നമ്മളെ ചേർക്കപ്പെടുമ്പോൾ ആ ഒരു കൂട്ടായ്മയാണല്ലോ എന്നും വേണ്ടത്. അപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരോട് പറഞ്ഞൊരു വാക്ക് നമുക്ക് ആദ്യം പറയാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. അലിയാർ തങ്ങൾ തന്നെയാണ് ആ ഹദീസ് പറയുന്നത്. ധാരാളം ഹദീസുകളിൽ അതുണ്ട്. അലിയുൻ കറമല്ലാഹു വജ്ഹ എന്നാണ് അവരെ സംബന്ധിച്ച് പ്രത്യേകം നമ്മൾ ചൊല്ലുന്നത് തന്നെ. അൻ അലിയിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ലീ അൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീക മസലുൻ മിൻ ഈസാ അബ്ഗളതുഹുൽ യഹൂദ് ഹത്താ ബഹതു ഉമ്മഹ വഅഹബ്ബതുഹു النصارى حتى أنزلوه بالمنزلة التي ليس به ثم قال يهلك في رجلان محب مفرط. മഹാനരായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഫീക നിന്നിലുണ്ട് മസലുൻ മിൻ ഈസ, ഈസാ നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ഒരു ഉപമ നിങ്ങളെ കാര്യത്തിലുണ്ട് എന്നാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പറയുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. എന്താ ഈസാ നബിന്റെ അവസ്ഥ? അബ്ഗളതുഹുൽ യഹൂദ് ഹത്താ ബഹതു ഉമ്മ. ജൂതന്മാരായ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിനെ അങ്ങേയറ്റം ആക്ഷേപിക്കുകയും ഈസാ നബി ശരിയല്ലെന്ന് പറയുകയും ചെയ്തു. ഈസാ നബിന്റെ ഉമ്മനെ വരെ അനാവശ്യങ്ങളും തോന്നിവാസങ്ങളും പറഞ്ഞു അവർ. എന്ന് പറഞ്ഞാൽ ഈസാ നബിയോട് ദേഷ്യമുള്ളൊരു ടീം. ആ കാരണം കൊണ്ട് അവർ നശിച്ചുപോയി. അതേ സമയത്ത് അഹബ്ബതുഹുൻ നസ്വാറ, നസ്വാറാക്കൾ അഥവാ ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ വലിയ സ്നേഹിച്ചു. എത്രത്തോളം? ഹത്താ അൻസലൂഹു ബിൽ മൻസിലത്തില്ലത്തി ലൈസ ബി. ഒരിക്കലും ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചു പറയാൻ പാടില്ലാത്ത ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുപോയി. അതാണല്ലോ എന്ത് പറഞ്ഞ്? ഇലാഹാണ് എന്ന് വരെ പറഞ്ഞല്ലോ, ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു അവസ്ഥ ഈസാ നബിയിലുണ്ടായി. ഒരു ടീം ഈസാ നബിനെ തള്ളി, ഈസാ നബി അലൈഹിസ്സലാം ജന്മം തന്നെ ശരിയല്ല എന്ന് വാദിച്ചവർ. മറ്റൊരു ടീം ഈസാ നബി അലൈഹിസ്സലാമിനെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എന്ന് പറഞ്ഞ് അള്ളാഹ് ആക്കി, അല്ലെങ്കിൽ അള്ളാഹിന്റെ മോനാക്കി. ഈ രണ്ട് അവസ്ഥയിലും ആരെ കൊണ്ടുപോയി വെച്ചു? ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി വെച്ചു. രണ്ടും ശരിയല്ലല്ലോ. അതാണല്ലോ പറഞ്ഞേ, നസ്വാറാക്കൾ അവര് നബിയെക്കുറിച്ച് വാദിച്ചതിനെ നിങ്ങൾ ഒഴിവാക്കിയേക്ക്. എന്താ വാദിച്ചത്? ദൈവപുത്രനാണെന്ന് വാദിച്ചു, അള്ളാഹിന്റെ മോനാണെന്നാ പറഞ്ഞ്. അപ്പൊ അള്ളാഹ് ഇലാഹാണ് എന്ന അവസ്ഥയിലേക്ക് തന്നെ ആരെ കൊണ്ടുപോയി? ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി. അതേ സമയത്ത് ജൂതന്മാരും മറ്റ് ശത്രുക്കളാണെങ്കിലോ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വലിയ അബദ്ധങ്ങൾ പറയുകയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശരിയല്ല എന്ന് വാദിക്കുകയും ചെയ്തു. എന്നിട്ട് അലിയാരി പറയാണ്, യഹ്ലികു ഫിയ്യ റജുലാൻ മുഹിബ്ബുൻ മുഫർരിത്ത് യുഖർരിദുനി ബിമാ ലൈസ ഫിയ്യ വമുബ്ഗിദുൻ യഹ്മിലുഹു ശനആനി അലാ അൻ യബ്ഹതനി. അലിയാർ അത് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് റളിയല്ലാഹു അൻഹു, ഇതുപോലെയാണ് എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെയും എൻ്റെ മക്കളെയൊക്കെ കാര്യത്തിൽ രണ്ട് ടീമുണ്ടാവും. രണ്ടാളും ഹലാക്കിലാണ്. ഹലാക്ക് പറഞ്ഞാൽ നാശത്തിലാണ്.
ഏതൊക്കെയാണ്? ഒന്ന്, എന്നെ വല്ലാതെ സ്നേഹിച്ച് എൻ്റെ ആളുകളാണെന്ന് പറയും. എന്നിട്ട് അവരെന്ത് ചെയ്യും? എന്നെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ പറയും. അങ്ങനെ അവർ നശിച്ചു പോകും. വേറൊരു ടീം എന്നെ എതിർക്കും. എന്നെ ശക്തമായി എതിർത്ത് എന്നെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അവർ പറയും. അവരും നശിക്കും. മുഹിബ്ബുൻ മുഫ്രിത്ത് വമുബ്ഗിദുൻ മുഫ്തർ. മഹാനരായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. അപ്പൊ ഈസാ നബിന്റെ ഒരു ഉപമ എന്നിലുണ്ട് എന്ന് എന്നോട് ആര് പറഞ്ഞിട്ടുണ്ട്? ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ റാഫിളിയത്ത്, അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളെ പോലെ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവപുത്രനാക്കിയ ആ നസാറാക്കളുടെ വഴിയിൽ വരുന്നവരാണ് ആര്? ഈ റാഫിളിയത്ത്. റാഫിളിയത്ത് വാദിച്ച് അലിയാര് തങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ നബൂവത്ത് കിട്ടേണ്ടത് എന്ന് വരെ വാദിച്ചിട്ടുണ്ട്. മഹാനരായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ വിശാലമായ ബഹ്സ് ചെയ്യുന്ന കിതാബുൽ ഗുന്നയിലൊക്കെ അത് പറയുന്നുണ്ട്. അവർ വാദിച്ചു നബിയാണെന്ന് വാദിച്ചു. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നത് അലിയാരെ കൊള്ളയാണ്. പിന്നീട് അലിയാര് തങ്ങൾ ആള് മാറിയിട്ട് എങ്ങോട്ട് പോയതാ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് പോകുന്നതിന് പകരം, അലിയാരെടുത്ത് വരുന്നതിന് പകരം ആരെടുത്ത് പോയി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആള് മാറിപ്പോയതാണ് എന്നാണ് ഓല ഗവേഷണം. യഥാർത്ഥത്തിൽ നബി ആകേണ്ടതാരാ? അലിയാരാണ് റളിയല്ലാഹു അൻഹു. ഹബീബായ മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല. അവിടുന്ന് വിട്ട് ചിലർ വാദിച്ചു ഇലാഹാണ്. അലിയാര് തങ്ങൾ തന്നെയാണ് ഇലാഹ്, അള്ളയാണ് എന്നരെ വാദിച്ചിട്ടുണ്ട്. അപ്പൊ അലിയാര് തങ്ങൾ അവർ ശിക്ഷിക്കാൻ പറഞ്ഞു, തീയിലിട്ട് കരിക്കാൻ പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞല്ലോ, ഇപ്പൊ ഉറപ്പായി ഇലാഹ് തന്നെയാണ്. കാരണം ഈ തീയിലിട്ട് കരിക്കുക എന്നുള്ളത് ഇലാഹാണല്ലോ ചെയ്യാന്ന്. അതുപോലെ വിട്ടില്ല. അപ്പോൾ ഇവിടെ റാഫിളിയത്തിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ അതാണ്. ഏത്? നസാറാക്കൾ ഈസ നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ എന്താണോ ചെയ്തത് അതിന്റെ ഒരു മസല്, ഒരു ഉപമ ആരിലുണ്ട്? അലിയാര് തങ്ങളിലുണ്ട്. നാസിബിയത്ത് എന്ന് പറഞ്ഞാലോ, നാസിബിയത്ത് പറഞ്ഞാൽ ഈ ജൂതന്മാര് സ്വീകരിച്ച ശൈലിയാണ് ഓല് സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ അലിയാര് തങ്ങള് വളരെ പിഴച്ച ആളാണെന്നും അലി റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇസ്ലാമിന്റെ ഖലീഫ പോയിട്ട് ഒരു മുസ്ലിമാണെന്ന് വരെ അംഗീകരിക്കാൻ പറ്റൂല എന്ന് വാദിച്ചവരാണ് ആര്? നാസിബിയത്ത് എന്ന് പറയുന്ന ആ ടീം. ഇത് രണ്ടിന്റെ ഇടയിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഉള്ളത്. ഏതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ നമ്മളുള്ള പോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈസാ നബി അലൈഹിസ്സലാം അബ്ദുഹു വ റസൂലുഹു, അള്ളാഹിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ അബ്ദാണ്. മാത്രമല്ല റൂഹുല്ലാ എന്ന ഏറ്റവും ഉന്നതമായ പേരിലുള്ള ആളാണ് ആര്? ഈസാ നബി അലൈഹിസ്സലാം. വളരെ നമ്മളെ വഴി വളരെ കൃത്യമാണ്. അതാണ് സൂഫിയത്താണല്ലോ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്ന ഈ വിഷയത്തിൽ ഈസ നബിയെ കുറിച്ച് പറയുന്ന അതേ വാദമാണ് എന്ന് പറഞ്ഞാൽ അതിനോട് സമാനമായ വാദമാണ് മഹാനരായ അഹ്ലുബൈത്ത് അഥവാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ കാര്യത്തിൽ അഹ്ലുസുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ ബാക്കി, അതിൻ്റെ ഈ ഹദീസിൽ നിന്ന് തന്നെ അത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതെന്താ? അലിയാര് തങ്ങളെ സംബന്ധിച്ച് മദ്ഹ് പറയുമ്പോഴേക്ക് റാഫിദിയായി പോവും. അങ്ങനെ കുറച്ച് സൂക്ഷ്മശാലികൾ പിന്നെ വന്നു അത് യഥാർത്ഥത്തിൽ നാസിബിയത്തിലേക്ക് എത്തുക ചെയ്യവർ. അതല്ല ഉണ്ടാകുക. ഇപ്പൊ നമ്മളെ പിന്നെ കേരളത്തിലൊക്കെ പൊതുവെ മുഹറം 10 ഹുസൈനാര് തങ്ങളെ പറയാൻ പേടിയാണ്. ആള് ഷിയ ആവുമോ എന്നുള്ള പേടിയാണ്. അല്ലെങ്കിൽ അഹ്ലുബൈത്തിന്റെ അഹ്ലുൽ അബായിന്റെ മൗലിദൊക്കെ ഓതാൻ പേടിയപ്പോ. കാരണം ഈ വഹാബികൾ ഇവരെല്ലാവരും വന്നത് ഷിയാക്കി കളയോ എന്നുള്ള ഭയത്തിലാണ് നമ്മളെ ആൾക്കാരുള്ളത്. പലരും സുന്നികളായ ആളുകൾ തന്നെ നമ്മളെ
ഈ മഹാനരായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം വളരെ വ്യക്തമാണല്ലോ. ഷാഫി ഇമാമിനെ സംബന്ധിച്ച് ഈ ആരോപണം ഉണ്ടായിരുന്നു. നമുക്ക് കാണാം ഹില്യത്തുൽ ഔലിയായിൽ ഷാഫി ഇമാമിനെ കുറിച്ച് പറഞ്ഞിടത്ത് അന്ന ഷാഫിഈയ ആബഹു ബഅദുന്നാസ് ലിഫർത്തി മൈലിഹി ഇലാ അഹ്ലിൽ ബൈത്ത് വശിദ്ദത്തി മഹബ്ബത്തിഹി ലഹും ഇലാ അൻ നസബഹു ഇല റഫ്ള്. റാഫിലിയത്തുൻ നാസിബിയത്താണല്ലോ നമ്മളെ ചർച്ച. അപ്പൊ റാഫിലിയത്ത് വഴിപേച്ചു പോയത് എങ്ങനെ? ഇല്ലാത്ത മതുകൾ പറഞ്ഞു. നുബൂവത്ത് തന്നെ കിട്ടേണ്ട ആളായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് സിദ്ദീഖ് തങ്ങളെയും റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, ഇവരെ ആക്ഷേപിക്കാൻ വേണ്ടി അലിയാര് തങ്ങളെ മദ്ഹ് പറയുക, അതും പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ റാഫിലിയത്തിനെ അഹ്ലുസുന്ന നന്നായി കൈകാര്യം ചെയ്തു. റാഫിലിയത്തല്ല അഹ്ലുസുന്ന, തസവുഫിന്റെ വഴി അതല്ല. ഇമാം ഷാഫിഈ തങ്ങളാണെങ്കിൽ അന്നത്തെ മശായിഖന്മാരോടൊക്കെ ബന്ധപ്പെട്ട് സഹവസിച്ച് ജീവിച്ച ഒരാളാണ്. അതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഷൈബാനുർ റാഇ തങ്ങളും അക്കാലത്ത് വലിയ മശായിഖന്മാരൊക്കെ ആയിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്നു ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമാണെങ്കിലോ അഹ്ലുബൈത്തിന്റെ മഹത്വം എപ്പോഴും പറയും. അലിയാര് തങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അതേപോലെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ മദ്ഹ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ മദ്ഹ് പറയുമ്പോൾ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, എന്ത് ഷാഫി ഇമാം റാഫിലി ആയിട്ടുണ്ട്. ആബഹു ബഅദുന്നാസ് ലിഫർത്തി മൈലിഹി ഇലാ അഹ്ലിൽ ബൈത്ത് ഇലാ അൻ നസബഹു ഇല റഫ്. റാഫിലിയാണ്. അപ്പൊ നമ്മളെ കുറിച്ചൊക്കെ പറയണായിരുന്നെ. നമ്മളിപ്പോ ഷിയായി അല്ലെങ്കിൽ റാഫിലിയായി എന്ന് പറയും. നമ്മൾ ഷിയാക്കൾക്കും റാഫിലിയത്തിനും എതിരാണ്. അപ്പോൾ ഉള്ളത് പറയാതിരിക്കലല്ലോ റാഫിലിയത്ത്. അപ്പൊ ഷാഫി ഇമാമിനോട് ആളുകൾ പറഞ്ഞു, നിങ്ങൾ റാഫിലിയായിന്, കാരണം നിങ്ങൾ അഹ്ലുബൈത്തിനെ വല്ലാതെ മഹത്വം പറയുന്നുണ്ട്. അപ്പോഴാണ് മഹാനവറുകളുടെ ആ മഷ്ഹൂറായ അറിയപ്പെട്ട വരി 2 ബൈത്തുകൾക്ക് പാടിക്കൊടുത്തു. ഇൻകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യഷ്ഹദി സഖലാനി അന്നീ റാഫിളി. അതാണ് ഷാഫി ഇമാമിന്റെ നയം. നമ്മളൊരാള് ആരോപണം പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തിയേക്കാൻ പറ്റൂലല്ലോ. അത് നമ്മളിപ്പോ മശായിഖന്മാരെ മദ്ഹ് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് ആരോപണം പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചതുകൊണ്ട് നമ്മളതിന് പിന്മാറാൻ പറ്റൂല. മൂപ്പര നല്ല വാക്കാ പറഞ്ഞു, ഇൻകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, അവിടുത്തെ ആലിനോടുള്ള മഹബ്ബത്ത്, അതാണ് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ്, സയ്യിദുന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, ഹസൻ ഇബ്നു അലി റളിയല്ലാഹു, ബീവി ഫാത്തിമത്തു സഹ്റാ, അവരിൽ നിന്നുണ്ടാകുന്ന ആ സാദാത്യങ്ങൾ, അവരോടുള്ള മഹബ്ബത്താണ് റഫ്ള് എങ്കിൽ, അവരോട് മഹബ്ബത്ത് വെക്കലും അവരെ ഇഷ്ടപ്പെടലുമാണ് റഫ്ള് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഫല്യഷ്ഹദി സഖലാൻ. സഖലാൻ എന്ന് പറഞ്ഞാരാ? ജിന്നും ഇൻസും രണ്ടാളും സാക്ഷ്യം വഹിച്ചോളി, ഉറപ്പിച്ചോളി. അന്നീ റാഫിലി, നിങ്ങളാ പറയുന്ന റാഫിലി തന്നെയാണ് ഞാൻ. അതിൽ ഞാൻ പേടിച്ചത് നിർത്തിവെക്കൊന്നുമില്ല. അഹ്ലുബൈത്തിന്റെ മഹത്വം പറയുന്നതിന് നിങ്ങളുടെ ആരോപണം എനിക്ക് തടസ്സമേ അല്ല, ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എന്നെ റാഫിലിന്നോ ഷിയാന്നോ എന്തും വിളിക്കാന്നാണ്. അപ്പൊ റാഫിലി എന്ന് പറഞ്ഞാൽ അത് അഹ്ലുബൈത്തിന്റെ മദ്ഹ് പറയുന്ന ടീം എന്നാണ് നിങ്ങൾ അർത്ഥം വെച്ചതെങ്കിൽ ഞാനും അതന്നെയാണ് എന്നാണ് ആര് പറഞ്ഞു? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇൻകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യഷ്ഹദി സഖലാനി അന്നീ റാഫിലി. കാരണം എന്താ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുബൈത്തിനെ സംബന്ധിച്ച് അത്രയും സംസാരിച്ചിട്ടുണ്ട്. അഹ്ലുബൈത്തിനെ കുറിച്ച് സംസാരിക്കാൻ മശായിഖന്മാർ ഒരു അഹ്ലിൽ തന്നെ വേണം, അപ്പോഴേ അതിന് തൗഫീഖ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അഹ്ലുബൈത്തിന്റെ മദ്ഹല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആർക്കും പ്രശ്നമല്ലല്ലോ. ഇന്നിപ്പോ യസീദിന്റെ മദ്ഹ് പറയാൻ ആൾക്കാർ നോക്കണം. ഇന്നലൊക്കെ നമ്മൾ കേട്ട ക്ലിപ്പിലൊക്കെ യസീദിന്റെ മഹത്വമാണ്. അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കിതാബുകൾ ഉദ്ധരിക്കാം. അയാൾ ചെയ്ത, അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും റാഫിലിയത്ത് എന്ന് പറയുന്നത് അഹ്ലുബൈത്തിനെ മദ്ഹ് പറയലല്ല.
അത് ആര് തന്നെ പറഞ്ഞിട്ടുണ്ട്? ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയാരെ കുറിച്ചൊക്കെ ഇനി എന്താ പറയാൻ ബാക്കി? ബഅസനി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അലി ഇബ്നു അബി ത്വാലിബ് ഫഖാൽ അൻത സയ്യിദുൻ ഫിദ് ദുനിയ വസയ്യിദുൻ ഫിൽ ആഖിറ മൻ അഹബ്ബക ഫഖദ് അഹബ്ബനി വഹബീബുക ഹബീബുല്ലാഹ് വഅദുവുക അദുവി വഅദുവി അദുവുല്ലാഹ്. ഇതൊക്കെ ആര് പറഞ്ഞതാ? ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനത്തെ വാചകങ്ങളൊക്കെ. എന്താണ് ആ പറഞ്ഞ്? ഹബീബായ തങ്ങൾ എന്നെ പറഞ്ഞയച്ചു. ആര് പറയാ? ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളിലേക്ക്. എന്നിട്ട് ഫഖാല, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞ പ്രത്യേക വാചനായിരുന്നു എന്ത്? അൻത സയ്യിദുൻ ഫിദ് ദുനിയ. അലിയാരോട് പോയി പറയാൻ വേണ്ടി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളെ ഏൽപ്പിച്ചതാ. നിങ്ങള് ദുനിയാവിലും സയ്യിദാണ്, വസയ്യിദുൻ ഫിൽ ആഖിറ, ആഖിറത്തിലും നിങ്ങൾ ആരെന്നെയാണ്? സയ്യിദ് തന്നെയാണ്. മൻ അഹബ്ബക ഫഖദ് അഹബ്ബനി. എന്താണ് ആ മഹത്വമൊക്കെ? അലിയാര് തങ്ങളോട് പറയാണ്, നിങ്ങൾ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ്. അലിയും മിന്നി എന്നേരെ പറഞ്ഞല്ലോ. വഅന മിൻ അലി, ഹുസൈനും മിന്നി വഅന മിൻ ഹുസൈൻ. ഇതൊക്കെ ആര് പറഞ്ഞതാണ്? മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അഹ്ലുബൈത്തിന്റെ മഹത്വം പറയാന്നുള്ളത് അത് റഫ്ളൊന്നല്ല, അത് ആര് പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് അതിന്റെ ലാസ്റ്റ് നോക്കി നിങ്ങൾ വഹബീബുക ഹബീബുല്ലാഹ്. നിങ്ങൾ ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അള്ളാന്റെ ഹബീബാണ്. നിങ്ങളെ ഹബീബ് അള്ളാന്റെ ഹബീബാണ്. നിങ്ങളോട് ഏറ്റവും ഇഷ്ടവും വാത്സല്യവും സ്നേഹമൊക്കെ ഉള്ള ആളാണ് നിങ്ങളെ ഹബീബ്. നിങ്ങളെ ഹബീബല്ല, യഥാർത്ഥത്തിൽ ആരെ ഹബീബാണത്? അള്ളാന്റെ ഹബീബാണ്. വഅദുവുക അദുവി വഅദുവി അദുവുല്ലാഹ്. നിങ്ങളോടൊരാൾ ശത്രുവായാൽ അവർ എൻ്റെ ശത്രുവാണ്. എൻ്റെ ശത്രു ആരെ ശത്രുവാണ്? അള്ളാന്റെ ശത്രുവാണ്. അൽ വൈലു ലിമൻ അബ്ഗളക മിൻ ബഅദി. യാ അലി, മഹാനരായ ഹബീബ് മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയാര് തങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കാത്. നരകത്തിലെ പ്രത്യേകമായ വൈൽ എന്ന് പറയുന്നത് എൻ്റെ ശേഷം നിങ്ങളെ വെറുപ്പിച്ച, ബുദ്ധിമുട്ടിച്ച, നിങ്ങളോട് ദേഷ്യം പിടിച്ച ആളുകൾക്കാണ് എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവിടുത്തെ ഫളായിലു സ്വഹാബയിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നത് കാണാം. അങ്ങനെ എത്ര എത്ര ഹദീസുകൾ ഹബീബായ തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അലിയാര് തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കേണ്ട, നമ്മൾ മദ്ഹ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. റാഫിദിയത്ത് എന്ന് പറഞ്ഞാൽ അത് അതിര് വിട്ട് കടന്ന് പറഞ്ഞവരാണ്. ഈസാ നബിയെ കുറിച്ച് റൂഹുല്ലാ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോ നസാറാവോ? അതാവില്ല. ഇപ്പൊ നമ്മളെ പ്രസംഗത്തിലൊക്കെ ഔലിയാക്കന്മാരെ ഉന്നതായ സ്ഥാനങ്ങളൊക്കെ പറയും. ഇപ്പൊ മഹാനരായ ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറ, അവരെ കുറിച്ച് നമ്മൾ ഷെയ്ഖുൽ മശായിഖാണ്, ഖുതുബുൽ ആലമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റുള്ള ടീമാ അവള് ഷിയാക്കളെ പോലെയാണ്, ഞങ്ങളാണ് അതിൻ്റെ. ചിലര് മടവൂർ ഷെയ്ഖിനെ വളരെ താഴ്ത്തിയിട്ട് ശരിയല്ല എന്ന് പറയും, ചിലർ അങ്ങേയറ്റം പൊന്തിച്ച് ഉഷാറാക്കി പറയും. ഞങ്ങൾ അതിൻ്റെ ഇടയിലുള്ള അഹ്ലുസുന്നയാണെന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഓപ്പോസിറ്റുള്ള ടീമൊക്കെ ശ്രമിക്കുക. അതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതവർ അള്ളാഹു അവർക്ക് നൽകിയ സ്ഥാനങ്ങൾ അവരോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളെ വെളിപ്പെടുത്തുന്നത്. നമ്മൾ ഏതുപോലെ ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് റൂഹുല്ലാ നമ്മൾ പറയുന്നുണ്ടല്ലോ. റൂഹുല്ലാ എന്ന് പറഞ്ഞാൽ നസാറായോ, അല്ലെങ്കിൽ റസൂലുല്ലാ എന്ന് പറഞ്ഞാൽ നസാറായോ? അതില്ലല്ലോ. ഇവിടെ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. അതേതാ? എന്താ പറഞ്ഞത്? അതാണ് അവരെ നബിയെ കുറിച്ച് അവര് പറഞ്ഞൊരു വാക്കുണ്ട്. അതേതാ? ഈസാ നബിയെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണത്. അത് ദൈവമാണ്, ദൈവപുത്രനാണ്, ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ. അതാണ് ഈസാ നബിയോട് ഉപമിച്ചുകൊണ്ട് ആരെ പറഞ്ഞു കൊടുത്തത്? അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ. എത്രത്തോളം ഇനിയിപ്പോ ഹസൻ ഹുസൈൻ റളിയോ അവരെ പ്രത്യേകം ഓർക്കുന്നതാണല്ലോ നമ്മൾ. അപ്പൊ അവരെ മദ്ഹ് പറയാം, ഹുസൈനാര് തങ്ങളെ മദ്ഹ് പറയാം. കണ്ടില്ലേ? എത്ര ബുഖാരിയിൽ തന്നെ നമ്മൾ മറിച്ചു നോക്കിയാൽ ഈ ബുഖാരിയൊക്കെ ഷിയാക്കളുടെയാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ല, അവരെ മദ്ഹ് പറയുന്നെ വേണം. കണ്ടോ, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ് അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യഅഖുദുഹു വൽ ഹസൻ.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും രണ്ടാളെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം അടുപ്പിച്ച് അവരെ സമീപത്ത് നിർത്തിയിട്ട് പറയും, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമാ ഫഅഹിബ്ബഹുമാ. അല്ലാഹുവേ, ഞാൻ അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർ രണ്ടുപേരെയും, അതുകൊണ്ട് നീയും എന്ത് ചെയ്യണം, അവരെ ഇഷ്ടപ്പെടണം. അത് അള്ളാഹിനോടുള്ള മുനാജാത്താണ്. ശരിക്കും നമ്മൾ ദ്വാരിക്കുക എന്ന് പറഞ്ഞ പോലെ അല്ല ആര് ദ്വാരിക്കുക, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരും അങ്ങനെയാണ്, അവരല്ലാഹിനോട് സംസാരിക്കുകയാണല്ലോ ചെയ്യുക, അവരല്ലാഹിനോട് നേരിട്ട് പറയാണ് ചെയ്യുക. ഇപ്പൊ നമ്മളെ അഹ്മദ് തിജാനി റളിയല്ലാഹുനുമായി ബന്ധപ്പെട്ട് നമ്മളന്ന് പറഞ്ഞിരുന്നു, അവർക്ക് കൊടുക്കേണ്ടതൊക്കെ ആര് നേരിട്ട് കൊടുത്തതാണ് എന്ന് മുത്ത് റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒരു വിവാദമായതൊന്ന് ഒരിക്കൽ നമ്മളതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അള്ളാഹ് തന്നെ നേരിട്ട് കൊടുക്കും. ഇത് അമ്പിയാ ഉലിയാക്കന്മാരെ ലോകത്ത് നടക്കുന്നൊരു സംഭവമാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് നിർത്തിയിട്ട് ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഫഅഹിബ്ബഹുമാ, അള്ളാഹിനോട് പറയണം ഇയ്യും ചെയ്യണം, അവരെ ഇഷ്ടപ്പെടണം. അപ്പൊ അവരെ ഇഷ്ടപ്പെടുക, അവരോടുള്ള മഹബത്ത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നർത്ഥം. അവരെ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഇഷ്ടപ്പെട്ടു. നേരത്തെ അലിയാർ തങ്ങളെക്കുറിച്ച് പറഞ്ഞ അതേ ഹദീസുകൾ ഇനി അവിടെ ഇമാം തുർമുദിയുടെ ഹദീസ് കാണാം, ഹുസൈനും മിന്നി വഅന മിൻ ഹുസൈൻ സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥമൊക്കെ വെക്കാൻ തന്നെ നമ്മൾ പാടുപെടും. സാധാരണ വാക്കിന്റെ അർത്ഥങ്ങൾ പറയാം. ഹുസൈനും മിന്നി, ഹുസൈൻ എന്നിൽ നിന്നാണ്, വഅന മിൻ ഹുസൈൻ, ഞാൻ ഹുസൈനിൽ നിന്നുമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രണ്ടാളി രണ്ടാക്കി കാണേണ്ടതില്ല എന്നർത്ഥം. ഹബീബായ തങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെതിരായി എന്നാ പിന്നെ ഓന് യഥാർത്ഥ ഇസ്ലാമിലില്ല. അതാണ് ആ പറഞ്ഞത്, ഞങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് നമ്മൾ പറയുമല്ലോ. അതിന്റെ കൃത്യമായ ഭാഗമാണ് അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈന. ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആരെ? മൻ അഹബ്ബ ഹുസൈനൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു, ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടു. അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈനൻ, ഹുസൈനാര് തങ്ങളെ ഇഷ്ടപ്പെട്ടാൽ അവനെ ആര് ഇഷ്ടപ്പെട്ടു? അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ബാക്കിയോ, അവരൊരാൾ വെറുപ്പിച്ചാൽ അള്ളാന്റെ വെറുപ്പ് അവനുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അഹ്ലു ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രത്യേകിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹും അവരുടെ ഷഹാദത്തും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറയാന്നുള്ളത് റാഫിദിയത്തല്ല. അത് റാഫിദ് അവർ പറയുന്ന റഫ്ളായി മനസ്സിലാക്കാനും പാടില്ല, അത് പറയുക തന്നെ വേണം. അതേസമയത്ത് അതിരുവിട്ട് കടന്നുകൊണ്ടുള്ള റാഫിദിയത്തിന്റെ പ്രത്യേകമായ സംസാരങ്ങളുണ്ട്. അതാണ് അലിയാര് തങ്ങളായിരുന്നു നബിയാകേണ്ടത്, അല്ലെങ്കിൽ അലിയാര് തങ്ങള് ഇലാഹാണ് എന്ന് തുടങ്ങിയ വാദങ്ങളാണ് റാഫിദിയത്ത് മുന്നോട്ട് വച്ചത്. നാസിബിയത്തോ അവരീ പറഞ്ഞതൊക്കെ പുറത്തായി. കാരണം നാസിബിയത്ത് നേരെ വന്ന് അലിയാര് തങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുക ചെയ്തു. അലിയാര് തങ്ങൾക്കെതിരെ രംഗത്ത് വന്നവരാണവർ, ഹുസൈനാര് തങ്ങൾക്കെതിരെ വന്നവരാണവർ. അവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്, ഒമൻ അബ്ഗളഹുമാ ഫഖദ് അബ്ഗളനി. കണ്ടോ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ ഒരാൾ വെറുപ്പിച്ചാൽ, അവരോട് ദേഷ്യം പിടിച്ചാൽ, അവരെ വെറുപ്പിച്ച അവരെന്നെയാണ് വെറുപ്പിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? മുത്തു റസൂല്. നാസിബിയത്തിന്റെ കഥ പിന്നെ പറയേണ്ടില്ല. അലിയാരെ എതിർപക്ഷത്ത് നിർത്തിയവർ, അലി റളിയല്ലാഹു അൻഹുവിനെതിരെ രംഗത്ത് വന്നവർ, അവരെ പിന്നെ നേരെ നരകത്തിലേക്ക് ഇടാനേ പറ്റൂ, വേറൊരു സംഗതിക്ക് പോലെ പറ്റില്ല. ഷിയാക്കളാണെങ്കിലോ അത് പറഞ്ഞ് ഇലാഹു നബിയൊക്കെ ആക്കുകയും ചെയ്തു. അത് രണ്ടിന്റെയും ഇടയിലാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും. അതിപ്പോ കർബലയുടെ സംഭവം പറയുന്നിടത്തും അങ്ങനെ തന്നെയാണ്. അഹ്ലുസ് സുന്നക്ക് അതിൻ്റെതായ റൂട്ടുണ്ട്. അവിടെ 2-3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഹുസൈനാര് തങ്ങളുടെ ഷഹാദത്ത് എന്ന് പറയുന്നത്, ഇന്നിപ്പോ ഒരു പ്രസംഗം കേട്ടുന്നത് ഹുസൈനാര് തങ്ങൾ മദീനത്തുനിന്ന് കൂഫക്ക് പോണ്ടില്ലേന്നു, പോയതുകൊണ്ടാണ് ഷഹീദായത്. പലരും പറഞ്ഞു
പോകണ്ടാന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളൊക്കെ പറഞ്ഞല്ലോ. അവരെ സ്നേഹത്തിൽ പറയുന്നതാണ്. ഇപ്പൊ കൂഫക്കാര് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി. ഈ കത്ത് കിട്ടി മൂപ്പര് പോവാണ്. ആര്? ഹുസൈൻ റളിയല്ലാഹു. അവര് കൂഫയിലേക്ക് പോകുമ്പോ വലിയ വലിയ സ്വഹാബികൾ അവിടെ ഉണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളെ പോലെയുള്ള ആളുകൾ. അവര് പറഞ്ഞു, നിങ്ങൾ പോണ്ട, നിങ്ങൾ മക്കത്തന്നെ. അവരാരോടുള്ള സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇവരതിനെ വേറെ അർത്ഥത്തിൽ കാണാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് എന്ന് പറയുന്നത് അതേതെങ്കിലും ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായ സംഭവമല്ല. അത് നേരത്തെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞതാണ്. ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹദീസുകളുണ്ട് ഹുസൈനാര് തങ്ങൾ ഷഹാദത്തിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് പെട്ടെന്ന് വന്ന സംഭവമല്ല. ഒറ്റ ഹദീസ് നമ്മൾ പറയാം. ഇമാം അഹ്മദ് തങ്ങൾ തന്നെ ഉദ്ധരിച്ച ഹദീസാണ്. ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവര് പറയാം, കാന ജിബ്രീലു അലൈഹിസ്സലാം ഇൻദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഹുസൈനു മഈ ഫബകാ ഫതറക്തുഹു ഫദനാ മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ജിബ്രീൽ അതുഹിബ്ബുഹു യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നഅം ഇന്ന ഉമ്മതക സതഖ്തുലുഹു വഇൻ ശിഅ്ത ഉരീതുക മിൻ തുർബത്തിൽ അർദ് അല്ലതി യുഖ്തലു ബിഹാ ഫഅറാഹു ഇയ്യാ ഫഇദൽ അർദ് യുഖാലു ലഹാ കർബല. ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ കൊണ്ടുവന്ന ഹദീസ്. ഞാൻ പറഞ്ഞു, ഹുസൈനാര് തങ്ങൾ എന്തോ ഒരു ഇജ്തിഹാദ് ചെയ്ത് ആ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ കൂഫയിലേക്ക് ഇപ്പൊ പറഞ്ഞു ഇടത്തിന്നറിയോ ഭരണത്തിന് വേണ്ടി പോയതാണൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. അധികാരമോഹം കൊണ്ട് പോയതാണ്. ഇത് നേരത്തെ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടൊരു സംഭവമാണ്. ഇതിൽ നിന്ന് പല ഗുണപാഠങ്ങളും ബാക്കിയുള്ള സമൂഹത്തിന് നൽകുന്നുണ്ട്. ആ സംഭവത്തിൽ എന്താ സംഭവം കേട്ടോളൂ. ഉമ്മു സലമ പറയാ, കാന ജിബ്രീലു അലൈഹിസ്സലാം ഇൻദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ ആരെടുത്തുണ്ട്? മുത്തുനബിന്റെ അടുത്തുണ്ട്. അതുപോലോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോഴാണ് പോലും അറിയാം. അല്ല ജിബ്രീലിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല. മശായിഖന്മാരിപ്പോ ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ വിശ്വസിച്ചല്ലേ നമ്മൾ പറയേണ്ടത്. ഇപ്പൊ ചിലപ്പോൾ പറയും, ഇവിടെ ജിബ്രീൽ വന്നു പോയിരുന്നു, മീകായിൽ അലൈഹിസ്സലാം ഇവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ ഇവിടെ ഉണ്ടാകാന്ന് ചിന്തിച്ചിരിക്കല്ലല്ലോ ചെയ്യുക. അത് പറയുന്നത് ആരാന്നല്ല നോക്കണ്ടേ. അത് അവരുമായി ബന്ധപ്പെടാനുള്ള ആ ക്വാളിറ്റിയിലാണ് അവരെങ്കിൽ തീർച്ചയായും അതങ്ങനെ തന്നെ സംഭവിക്കുക. അതിൽ ഉറപ്പിച്ച് വിശ്വസിക്കല്ലേ വേണ്ടത്. അപ്പൊ ആ സംഭവം നോക്ക്. ജിബ്രീൽ അലൈഹിസ്സലാം ആരെ സമീപത്തുണ്ട്? മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഹുസൈനു മഈ. ഹുസൈനാര് തങ്ങൾ ആരെ കൂടെ ഉള്ളത്? എന്റെ അടുത്താണുള്ളത്. ആരാ പറയുന്നത്? ബീവി ഉമ്മു സലമ. ഉമ്മു സലമ ബീവി പറയാണ്, എന്റെ അടുത്താണ് ആരുള്ളത്? ഹുസൈൻ. ചെറിയ കുട്ടിയാണല്ലോ, ചെറിയ കുട്ടിയാണ്. അപ്പൊ എന്റെ അടുത്താണുള്ളത്. ഫബക. അവര് കരയാൻ തുടങ്ങി. അവരങ്ങനെ കരയുന്നത് റസൂലിന്റെ അടുത്ത് എത്താൻ വേണ്ടിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെറിയ കുട്ടിയാവുമ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കാണുമ്പോൾ അവരെ അടുത്തെത്താൻ വേണ്ടിയിട്ട് അവർ കരയും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തെത്താൻ വേണ്ടി കരയാണ്. ഫതറക്തുഹു. ഞാൻ എന്ത് ചെയ്തു? അവരെ വിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് റസൂലിന്റെ അടുത്തേക്ക് പോയിക്കോട്ടെ എന്ന് എഴുതി വിട്ടു. ഫദനാ മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെ അടുത്തേക്ക് അവർ വന്നു. ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അതുഹിബ്ബുഹു യാ മുഹമ്മദ് സ്വല്ലല്ലാഹു. നിങ്ങൾക്ക് അവരോട് വലിയ ഇഷ്ടമാണല്ലേ? ഇനി അവിടെയൊക്കെ മനസ്സിലാക്കണം, ജിബ്രീലിനെന്തോ കൂടുതൽ അറിവുണ്ട് എന്നൊന്നും പൈന്ന് കിട്ടൊന്നുമില്ല. പണ്ട് അഖ്ബിർനി അനിൽ ഈമാൻ, അഖ്ബിർനി അനിൽ ഇസ്ലാം എന്നൊക്കെ ചോദിച്ച സംഭവത്തിലൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അതൊക്കെ അവര് തമ്മിലുള്ള ബന്ധങ്ങൾ, ചില കാര്യങ്ങൾ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കാനുള്ള ചോദ്യോത്തരങ്ങളാണ്. എന്താ ചോദിച്ച്? നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണല്ലേ ഹുസൈനോട് റളിയല്ലാഹു അൻഹു? ഖാല നഅം. ഹബീബായ തങ്ങൾ പറഞ്ഞു, നഅം, ഓ എനിക്ക് വലിയ ഇഷ്ടമാണ്, എനിക്ക് വലിയ മഹബ്ബത്താണ് ഹുസൈനിനോട് റളിയല്ലാഹു അൻഹു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഇന്ന ഉമ്മതക സതഖ്തുലുഹു. നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആള്, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ പേരിന് ഉമ്മത്താണല്ലോ, പുറത്തുള്ളതല്ലോ. പേരിന് യസീദ് ഇബ്നു സിയാദ് ഒക്കെ അല്ലേ പേര്, അല്ലാതെ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒന്നല്ലല്ലോ ഇത് കൊല്ലണ്. ഇസ്ലാമിക ഭരണകൂടം എന്ന് പറയുന്ന ടീമായി പണിയെടുക്കുന്നത്.
അതാണ് ആ ഭാഷ. ഇന്ന ഉമ്മത്തക്ക, അങ്ങയുടെ ഉമ്മത്ത് സതഖ്തുലുഹു, ശേഷം അവരെ കൊന്നുകളയും. നിങ്ങൾ അന്ന് തന്നെ ആ പ്രഖ്യാപനം നടക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മണ്ണ് ഞാൻ കാണിച്ചു കൊണ്ടുതരാം. ഏത് മണ്ണ്? ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്ന മണ്ണ് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം? കൊണ്ടുവന്ന് തരാം. ഹബീബായ തങ്ങൾ സമ്മതം കൊടുത്തു എന്നാണ്. ഫഅറാഹു ഇയ്യാ, അങ്ങനെ ആ മണ്ണ് ആർക്ക് കാണിച്ചു കൊടുത്തു? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേതായിരുന്നു ആ ഭൂമി? യുഖാലു ലഹാ കർബല. നമ്മൾ ബഗ്ദാദിൽ പോയാൽ അവിടെ പ്രത്യേകം പോകുന്ന സ്ഥലമാണല്ലോ കർബല. ആ കർബല എന്ന് പറയുന്ന മണ്ണായിരുന്നു അത്. ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ നോക്ക്, അന്നേ ഈ പ്രഖ്യാപനം നടക്കുന്നു. ഒരുപാട് ഹദീസുകളിൽ വരുന്നു. മുആവിയ തങ്ങളോട് തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പറഞ്ഞതായി ഹദീസുകളിലുണ്ട്. നിങ്ങൾ എൻ്റെ മുന്നിലും പിന്നിലും നടക്കാൻ പാടില്ല. കാരണം നിങ്ങളിൽ നിന്ന് വരുന്ന ഒരു കുട്ടി എൻ്റെ പേരക്കുട്ടിയായ ഹുസൈനാര് തങ്ങളെ കൊന്നുകളയുന്നുണ്ട് എന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് തന്നെയും പറഞ്ഞ സംഭവങ്ങൾ ഹദീസിൽ കാണാം. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ഇനി ആ ഷഹാദത്ത് നടക്കുന്ന അന്ന് നോക്കി നിങ്ങൾ. എന്നാ ഷഹാദത്ത് നടന്നത്? മുഹറം 10. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന്, പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്ന്, ഉസ്മാൻ തങ്ങൾ, അലിയാർ, ഇവരൊക്കെ വഫാത്തായി. പിന്നെയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ആരെ സംഭവം വരുന്നത്? ഈ യസീദിന്റെ സംഭവമൊക്കെ വരുന്നത്. മുആവിയ തങ്ങളും അന്നില്ലല്ലോ. അപ്പൊ ഇവിടെ അന്ന് മുഹറം 10 ഷഹാദത്ത് നടക്കുകയാണ്. ആരെ ഷഹാദത്ത്? ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ. അന്ന് ഉമ്മു സലമ ബിവി പറയുന്ന സംഭവം ഇമാം തുർമുദി ഉദ്ധരിക്കുന്നുണ്ട്. ആ ദിവസം ദഖൽതു അലാ ഉമ്മി സലമ, സൽമ എന്നവർ പറയാണ്, ഞാൻ ഉമ്മു സലമ ബീവിയുടെ സമീപത്ത് ചെന്നു. വഹിയ തബ്കി, ഉമ്മു സലമ ബീവി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മാ യുബ്കീക്, എന്തിനാ കരയുന്നത്? എന്താ പ്രശ്നം? ഖാലത്ത്, ആര് പറയാണ്? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅനി ഫിൽ മനാം വഅലാ റഅസിഹി വലിഹ്യതിഹി അത്തുറാബ് ഫഖുൽതു മാ ലക യാ റസൂലല്ലാഹ് ഖാല ശഹിദ്തു ഖത്ലൽ ഹുസൈൻ ആനിഫ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഉമ്മു സലമ ബീവി തന്നെയാണ് ഇതും പറയുന്നത്. അന്ന് ഉമ്മു സലമ ബീവി കേട്ടിരിക്കുകയാണ് ഹുസൈനാരെ കൊല്ലുന്നു പറഞ്ഞു കൊടുത്ത്, ഷഹാദത്ത് പ്രഖ്യാപിക്കപ്പെട്ടത്. പിന്നീട് ആ ഷഹാദത്ത് നടക്കുന്ന ദിവസത്തിൽ ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ ഉമ്മു സലമ ബീവി കാണാം. സാധാരണ കാണുന്ന ഒരു രൂപത്തിലല്ല കാണുന്നത്. പിന്നെ എങ്ങനെയാ കണ്ടത്? വഅലാ റഅസിഹി വലിഹ്യതിഹി അത്തുറാബ്, ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ റഅസ്, അവിടുത്തെ ശിരസിലും താടിയിലൊക്കെ എന്തുണ്ടായിരുന്നു? മണ്ണുണ്ടായിരുന്നു. അങ്ങനെ കാണാറില്ല. അപ്പൊ ബീവി ചോദിച്ചു, മാ ലക യാ റസൂലല്ലാഹ്, എന്താ അത്? സാധാരണ കാണാത്ത ഒരു രൂപമാണല്ലോ, എന്താണ് അങ്ങയുടെ തലയിലും താടിയിലൊക്കെ ഈ ഒരു രൂപത്തിലുള്ള മണ്ണ്? അപ്പോഴാ പറഞ്ഞു, ഷഹിദ്തു ഖത്ലൽ ഹുസൈനി ആനിഫ, അല്പം മുമ്പ് ഹുസൈനാര് തങ്ങളുടെ ഷഹാദത്തിന് ഞാൻ സാക്ഷിയായി. ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു. അപ്പൊ രണ്ട് സംഭവം അവിടെ വരികയാണ്. ഒന്ന് നേരത്തെയുള്ള പ്രഖ്യാപനം, ഒന്ന് ആ ഷഹാദത്തിന്റെ ദിവസം തന്നെയും ഞാനതിന് സാക്ഷിയായി എന്നാര് പറയുന്നു? മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹബീബായ തങ്ങളെ നിർദ്ദേശത്തിലാണ് യഥാർത്ഥത്തിൽ ഹുസൈനാര് തങ്ങൾ എങ്ങോട്ട് പോകുന്നത്? കൂഫ, കർബലയിലേക്ക് പോകുന്നത്. പിന്നെപ്പോ ആരും പോകണ്ട എന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കില്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്,
വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് അള്ളാന്റെ റസൂൽ വഫാത്തായ പിന്നെ സമ്മതം കിട്ടലൊന്നുമില്ല. ഇതാ ലോകമല്ലല്ലോ. ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിലെത്തി ഹബീബായ തങ്ങളോടുള്ള പ്രത്യേക സമ്മതം ചോദിച്ചതിന് ശേഷമാണ് എങ്ങോട്ട് പോകുന്നത്? കർബലയിലേക്കുള്ള പോക്ക്. അതുകൊണ്ടാണ് അഹ്ലുബൈത്തിൽപ്പെട്ട എല്ലാരെയും കൂട്ടിയിട്ടാണല്ലോ പോയത്. ഹുസൈനാര് തങ്ങൾ സ്വന്തമല്ല, ചെറിയ മക്കളടക്കണ്ടല്ലോ, അവരൊക്കെ കൊന്നുകളഞ്ഞല്ലോ. അവർ ചെറിയ കുട്ടിയടക്കം. അലി സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞ അവരല്ലാത്ത എല്ലാരെയും കൊന്നുകളഞ്ഞു. അവര് പനിയായിട്ട് പ്രത്യേക ഒരു സ്ഥലത്ത് മൂടിയിട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ കണ്ടില്ല. അവര് കണ്ടെങ്കിൽ അതും കൊന്നു. പക്ഷെ അള്ളാഹു സംരക്ഷിക്കുകയാണ്, അഹ്ലുബൈത്തിനെ ഇവിടെ സംരക്ഷിക്കണം. അവരിലൂടെയാണ് പിന്നെ അഹ്ലുബൈത്ത് വരുന്നത്. അപ്പൊ ഹുസൈനാല് തങ്ങളുടെ ഷഹാദത്ത് എന്ന് പറയുന്നത് ഒരുപാട് സന്ദേശങ്ങൾ ആളുകൾക്ക് നൽകുന്നുണ്ട്. അതിലൂടെ അള്ളയും റസൂലും ഒരു കാര്യം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പിന്നെ എന്തുണ്ടാകുന്നു എന്ന് നോക്കാതെ ആ പറഞ്ഞ കാര്യം പൂർത്തിയാക്കുക എന്നുള്ളതാണ് യഥാർത്ഥ അടിമത്വം. നമ്മളൊക്കെ മശായിഖന്മാരെ മുമ്പിൽ ചെയ്യേണ്ട ആണ്ടല്ലോ. അലിയാര് തങ്ങളോട് ചോദിച്ചല്ലോ, ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഹിദായത്ത്? അൽ മൗത്ത്. അതേതാ മൗത്ത്? മശായിഖന്മാരെ മുമ്പിലുള്ള മൗത്താണ്. നമ്മളിപ്പോ നമ്മുടെ ഷെയ്ഖിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ മയ്യത്തായി നിൽക്കണം എന്നല്ലേ പറഞ്ഞേ. മയ്യത്ത് കാരണം എന്താ? നമ്മളുടേതായ തീരുമാനം ഉണ്ടാവാൻ പാടില്ല. മയ്യത്തിനൊപ്പം ഒരാൾ കുളിപ്പിക്കുമ്പോൾ വെള്ളം വാരാൻ തുടങ്ങി, മയ്യത്ത് പറയോ നീ കാലിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞോന്ന്? പറയൂല. മയ്യത്ത് അവിടെ കിടന്നു കൊടുക്കുക ചെയ്യും. ഇതേപോലെ സമ്പൂർണമായ വിധേയത്വ അടിമത്വ മശായിഖന്മാരെ മുമ്പിൽ വേണ്ടത് എന്നത് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണല്ലോ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഹുസൈൻ തങ്ങൾക്കറിയാലോ ഇതെന്തായാലും ഷഹാദത്ത ഉണ്ടാകുക. കാരണം നേരത്തെ ആരെന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? ഹബീബായ മുത്ത് റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാഹചര്യം അതാണെന്നറിയാം. പക്ഷെ ഇത് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. കർബലയിലേക്ക് പോകാൻ നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ യാത്ര. ആ യാത്രയിൽ ആരൊക്കെ കൂട്ടണം, ഇതൊക്കെ നേരിട്ട് നിർദ്ദേശിച്ചു പോയതിന്റെ അടിസ്ഥാനത്തിലാണത്. ആ ഷഹാദത്താണ് അള്ളാന്റെ ഹബീബിന് ഇഷ്ടമെങ്കിൽ അതിനെ തന്നെയാണ് ഞാനും ഇഷ്ടപ്പെടുന്നതെന്നാണെന്നാണല്ലോ പറയുന്നത്. എന്നിട്ട് പോയിട്ട് ഷഹാദത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്ര തന്നെയാണ് അവർ നടത്തിയത്. സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഹുസൈനാര് തങ്ങൾ നമ്മളോടൊക്കെ പറഞ്ഞു തരുന്നൊരു കാര്യം, നിങ്ങൾ മശായിഖന്മാരെ അഹ്ലിൽ നിൽക്കുമ്പോൾ അവരെ നിർദ്ദേശം എന്താണോ അത് ചെയ്യാം. ആ നിർദ്ദേശത്തിൽ നീങ്ങുമ്പോൾ ചിലപ്പോൾ അതിൽ ഷഹാദത്ത് ഉണ്ടാവും, ചിലപ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടാവും, നേരത്തെ നാട്ടിലുള്ള സ്ഥാനം ഉണ്ടാവില്ല, നേരത്തെയുള്ള പലതും നഷ്ടപ്പെടും. അതൊന്നും എന്തിനെ ബാധിക്കാൻ പാടില്ല? മശായിഖന്മാരോടുള്ള നമ്മുടെ സുഹബത്തിനെ, ബന്ധത്തിനെ ബാധിക്കാനേ പാടില്ല. പിന്നെ എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉമ്മത്തിന് അല്ലെങ്കിൽ മശായിഖന്മാർക്ക് എന്നും എതിരുണ്ടാകുക ഇതിന്റെ ഉള്ളിലുള്ള ആളുകളായി. യസീദ് പറഞ്ഞ ആരാ? മുആവിയ തങ്ങളുടെ മകനാ. മുആവിയ തങ്ങൾ പറഞ്ഞാൽ സ്വഹാബിയല്ലേ അവർ. അതും നമുക്ക് അതിന്റെ അടുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വഴി സ്വഹാബത്തിനെ കുറിച്ച് പറയുമ്പോൾ അഹ്ലുസുന്നക്കൊരു റൂട്ടുണ്ട്. അതേതാ? യസീദിനെ അതിൽ പെടുത്തണ്ട കേട്ടോ. യസീദ് സ്വഹാബി ഒന്നും അല്ലല്ലോ, അയാൾ പിന്നെ വന്നതാണ്. അയാളെ കുറിച്ചുള്ളത് ഞാൻ പറയാം. സ്വഹാബികളെ കുറിച്ച് പറഞ്ഞിടത്ത് മഹാനരായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിൽ തുഹ്ഫ പോലെയുള്ള നമ്മളെ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച ആളാണ്. മുബരുടെ സവാഇഖുൽ മുഹരിക അലാ അഹ്ലി റഫ്ളി വൽ ളലാൽ വസ്സന്ദഖ എന്നൊരു കിതാബ് തന്നെയുണ്ട്. റാഫിദിയാക്കളെയും അതേപോലെയുള്ള ആളുകളൊക്കെ റദ്ദ് ചെയ്യാൻ വേണ്ടി ഇമാം ഇബ്നു ഹജർ രചിച്ച കിതാബാണ് അസ്സവാഇഖുൽ മുഹരിക. ഈ അസ്സവാഇഖുൽ മുഹരിഖയിൽ ഈ വിഷയങ്ങളൊക്കെ വളരെ സ്പഷ്ടമായി വിശാലമായി അത് ചർച്ച ചെയ്യുന്നുണ്ട് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി. അവിടെ പ്രത്യേക അവസാനം ഒരു ഖാത്തിമത്തു എന്ന് പറഞ്ഞ പ്രത്യേകമായിട്ടൊരു പോയിന്റ് എടുത്ത് പറയുന്നുണ്ട്. അതിൽ കാണാ ഇഅ്ലം,
ഇത് നമ്മൾ ഈ മുഹറം 10-നും പ്രത്യേകം പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. നീ മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? അന്നല്ലദി അജ്മഅ അലൈഹി അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅ ഏകോപിച്ചു പറഞ്ഞ കാര്യമാണ് എന്ത്? യജിബു അലാ കുല്ലി അഹദിൻ, എല്ലാവർക്കും നിർബന്ധമാണ് തസ്കിയത്തു ജമീഇ സ്വഹാബ, എല്ലാ സ്വഹാബികളെയും അവർ പരിശുദ്ധരാണ് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. ബിഇസ്ബാത്തിൽ അദാലത്തി ലഹും വൽ കഫ്ഫി അനി ത്വഅനി ഫീഹിം വസ്സനാഇ അലൈഹിം ഫഖദ് അസ്ന അല്ലാഹു സുബ്ഹാനഹു വതആല അലൈഹിം ഫീ ആയാത്തിൻ മിൻ കിതാബി. സ്വഹാബത്തിനെ അല്ലാഹ് തന്നെ ഒരുപാട് ആയത്തുകളിൽ സ്തുതിച്ചിട്ടുണ്ട്, പ്രകീർത്തിച്ചിട്ടുണ്ട്. എത്ര ആയത്താണ് ഇപ്പൊ നമുക്ക് കയ്യിൽ കൊണ്ടുവരാൻ കഴിയുക? ഒരുപാട് ആയത്ത് ഇമാം ഇബ്നു ഹജർ കൊണ്ടുവരുന്നുണ്ട് റളിയല്ലാഹു അൻഹു. അന്ന് ഓരോന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല, നമ്മളെ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഞാനതൊന്ന് ഉണർത്തിയെന്നുള്ളൂ. അപ്പൊ അതിൽ ഇമാം ഇബ്നു ഹജർ പറഞ്ഞ എന്താ? സ്വഹാബിയാണ് എന്ന് സ്ഥിരപ്പെട്ടോ, അങ്ങനല്ലേ പറഞ്ഞ്? അസ്ഹാബി ഖന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ നിങ്ങൾ ആരോട് പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിലാണ്. അവിടെ കണ്ടില്ലേ അവിടുത്തെ പ്രയോഗം? ഫബി അയ്യിഹിം എന്നാണ്. അതാ ഇമാം ഇബ്നു ഹജർ എടുത്തു പറഞ്ഞത്, അവരെ ത്വഅന് ചെയ്യാൻ പാടില്ല, അവരെ എതിർക്കാൻ പാടില്ല, അവർക്കെതിരെ സംസാരിക്കാൻ പാടില്ല. സ്വഹാബത്തിന്റെ ഇടയിൽ വല്ല അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിലേക്ക് വിടുക, അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കാൻ പാടില്ല. അപ്പൊ ഇതിലിപ്പോ ചിലപ്പോ റാഫിലിയത്ത് സ്വഹാബത്തിനെതിരെ പറയുന്ന രൂപം കൊണ്ടുവരും. അത് അഹ്ലുസുന്നയുടെ വഴി അല്ല, അഹ്ലുസുന്നയുടെ വഴിയിൽ അതില്ല. അതേ സമയത്ത് യസീദിന്റെ മകനായ മുആവിയ തങ്ങളുടെ മകനായ യസീദിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇബ്നു ഹജർ തങ്ങൾ. അവിടെ എന്താ പറഞ്ഞ്? അവിടെ ചർച്ച തന്നെ യസീദിന് ലഅനത്ത് ചെയ്യാൻ പറ്റൂല്ലേ എന്നതാണ്. അവിടുത്തെ ചർച്ച തന്നെ അങ്ങനെയാണ് വരുന്നത്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഈ വിഷയത്തിൽ ഗണ്യതമായി രേഖപ്പെടുത്തി സ്വഹാബത്തുമായി ബന്ധപ്പെട്ട കാര്യം. അതേ സമയത്ത് യസീദിനെ കുറിച്ച് സംസാരിച്ചയിടത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്. മറ്റോടത്ത് അങ്ങനെയല്ല. എന്താ നമ്മൾ വായിച്ച ഇബാറത്ത്? അജ്മഅ അലൈഹി അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇജ്മാ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഏകോപിച്ച തീരുമാനമാണ് സ്വഹാബത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കരുത്. അതേ സമയത്ത് യസീദിനെ സംബന്ധിച്ചു പറഞ്ഞിടത്ത് പല കൗലുകളും കൊണ്ടുവരാണ്. അതിൽ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ വാക്കുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, അവര് പറഞ്ഞിട്ടുള്ളത് അയാളെ ലഅനത്ത് ചെയ്യൽ അനുവദനീയമാണ് എന്ന രൂപത്തിലാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കാര്യത്തിൽ കൊണ്ടുവരുന്നത്. അതിനുള്ള ദലീലുകളൊക്കെ മൂപ്പരയിൽ നിരത്തുന്നുണ്ട്, ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും പല മശായിഖന്മാരും പല രൂപത്തിലുള്ള ആളുകളും ആ രൂപത്തിൽ തന്നെ പോയി. എന്നിട്ട് മഹാൻ പറയുന്നുണ്ട്, ഒരു കാര്യത്തിൽ ഇത്തിഫാഖ് അവർ പറഞ്ഞിട്ടുണ്ട്. ഹുക്കിയൽ ഇത്തിഫാഖ് അലാ അന്നഹു യജൂസു ലഅനു മൻ ഖതലൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഔ അമറ ബിഖത്ലിഹി ഔ അജാസഹു ഔ റളിയ ബിഹി മിൻ ഗൈരി തസ്മിയത്തിൻ ലിയസീദ്. അതിൽ ഇത്തിഫാഖ് വേണം. അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആള്, അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ച ആള്. യസീദ് ഇപ്പൊ കൽപ്പിക്കുകയാണ് ചെയ്തത്. ഇബ്നു സിയാദും ടീമും ആണല്ലോ കൊല്ലാൻ പോകുന്നത്. യസീദിനെ കൽപ്പിക്കുക ചെയ്തത്. അപ്പൊ അങ്ങനെ കൊല്ലുകയോ കൊല്ലാൻ കൽപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് സമ്മതം കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ഷഹാദത്ത് ആ ഖത്ല് കൊണ്ട് തൃപ്തിപ്പെടുകയോ ചെയ്ത ആൾ, അവരെ ലഅനത്ത് ചെയ്യാം എന്നതിൽ ഈ ഉമ്മത്തിൽ തർക്കമില്ല, ഇത്തിഫാഖാണ് എന്നാണ് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. അത് ഇപ്പൊ നമ്മൾ എടുത്തു പറയാൻ കാരണം കുറെ യസീദികൾ രംഗത്ത് വന്നൊരു കാലമാണ്. എല്ലാവർക്കും ഓരോ ഫാൻസ് ഉള്ള പോലെ യസീദിന് കുറച്ച് ആളുകളാണ്.
അത് വഹാബികളല്ല, നമ്മളെ ഈ പറയുന്ന വലിയ സുന്നികളാണെന്ന് പറയുന്ന ടീമാണ് യസീദിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്ക്. യസീദിനെ തൊഴാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെടുക്കും. ഇവിടെ ചർച്ച എന്താ, ലഅനത്ത് ചെയ്യണോ വേണ്ടതാണ് ഇബ്നു ഹജർ തങ്ങളുടെ ചർച്ച. അതിൽ മൂപ്പര് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു, ഹുസൈനാര് തങ്ങളെ കൊന്ന ആക്ക് ലഅനത്തുണ്ട് എന്ന് എന്തായാലും പറയാം, ഓന്റെ പേരിൽ ലഅനത്ത് പറയും ചെയ്യാം. ഒരാളെ പേരെടുത്തുകൊണ്ട് തന്നെ ലഅനത്ത് പറയണോ? ആ ചർച്ചയിലാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെയുള്ളവർ ലഅനത്ത് ചെയ്യാം എന്ന് പറഞ്ഞു. മശായിഖന്മാരൊക്കെ അങ്ങനെ രേഖപ്പെടുത്തിയല്ലോ അല്ലേ? അഹ്മദ് തിജാനി തങ്ങളൊക്കെ ആ വഴിയിൽ പോയ ആളാണ്. അങ്ങനെയാണ് ഈ ചർച്ച വരുന്നിടത്ത് ഇപ്പൊ ആ ഹുസൈനാര് തങ്ങളോടുള്ള മഹബത്ത്, ആ ഇഷ്ക്, അത് എവിടെ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുക? യസീദ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നിടത്ത് വന്ന് നിൽക്കുകയാണ്. അവിടെയാണ് അയാളെ മഹത്വം. അതേപോലെ ഹുസൈനാര് തങ്ങളെ മഹത്വം പറയുന്നതിനെതിരും ഇങ്ങനെയുള്ള വല്ലാത്തൊരു ലോകത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവാണ്. അവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം. നമ്മളൊരിക്കലും യസീദിനെ അംഗീകരിക്കുന്ന രൂപത്തിലില്ല. അതേസമയത്ത് സ്വഹാബിയാണെന്ന് സ്ഥിരപ്പെട്ട ഒരാളെയും ത്വഅന് ചെയ്യാനും നമ്മളില്ല. അത് ആരോടുള്ള സ്നേഹമാണ്? ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ അസ്ഹാബ് എന്ന് പറഞ്ഞല്ലോ, ആ അസ്ഹാബിൽ മെമ്പറായാൽ പിന്നെ അവരെ എങ്ങനെയെന്നുള്ളത് നമ്മൾ പറയേണ്ടില്ല. അതുപോലെയല്ല യസീദും ടീമും. ഒരു നിലക്കും ചരിത്രം അംഗീകരിച്ചു കൊടുക്കൂല അവർക്ക്. കാരണങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തെല്ലാം ദുൽമാണ് അന്ന് ചെയ്തത്. മശായിഖന്മാർ ഈ സംഭവം പറയുമ്പോൾ വേദനിക്കാതെ വിഷമിക്കാതെ അത് പറയാറില്ല. ചെറിയ മക്കളടക്കം കർബലയിലെത്തിയപ്പോ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അഹ്ലുബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെത്ര യാചിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ചെറിയ മക്കൾ. യൂഫ്രട്ടീസ് നദി അതിന്റെ അപ്പുറത്തൂടെ ഒഴുകുന്നുണ്ട്. ഈ വെള്ളവും നദിയൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയാണ്? മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ അഹ്ലുബൈത്തിന് വേണ്ടിയാണ് ഇതെല്ലാം പടച്ചത്, വെള്ളവും മണ്ണും ഇതെല്ലാം. അങ്ങനെ വന്ന ഒരു അഹ്ലുബൈത്തിൽപ്പെട്ട ചെറിയ കുട്ടികൾക്ക് പോലും വെള്ളം തടഞ്ഞു വെച്ച സംഭവം ഉണ്ടായില്ലേ? വെള്ളം കിട്ടാതെ പടയുന്ന കാര്യം, വെള്ളം എടുക്കാൻ വേണ്ടി പോയ ആളുകളെ വരെ കൊന്നു കളഞ്ഞ സംഭവമല്ലേ അന്നുണ്ടായത്? ഒന്നും നോക്കാതെ വന്ന് അവരെ കഴുത്തറുത്ത് കൊന്നു കളഞ്ഞിട്ട് പിന്നെ അയാളെയും മദ്ഹ് പറഞ്ഞ് നടക്കണമെങ്കിൽ എന്തു മഹബത്താണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ലഅനത്തിൽ കുറഞ്ഞൊരു സംഭവം അയാൾക്ക് പറ്റില്ല എന്ന് വലിയ വലിയ മശായിഖന്മാര് പറയുന്നത്. ആ സംഭവം പറയുന്നിടത്ത് തന്നെ ഉലമാ സംസാരിക്കുകയാണ്. അസ്വായിക്കുൽ മുഹരിക്കയിലൊക്കെ ആ സംഭവം ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാന്നല്ലാതെ അത് വിശദീകരിക്കാൻ പോലും കഴിയൂല എന്നാണല്ലോ ഇമാം ഇബ്നു ഹജർ തങ്ങളെ പക്ഷം. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നും ആ സംഭവത്തെ ഏറ്റവും വലിയ പ്രയാസത്തോടെ നോക്കിക്കാണുന്ന ഒരു സംഭവമാണ്. ഹബീബായ തങ്ങളുടെ ഷഹാദത്താണ് യഥാർത്ഥത്തിൽ ഹുസൈനാര് തങ്ങൾ ഏറ്റെടുത്ത്. അള്ളാന്റെ റസൂല് ഷഹീദാവുക എന്നുള്ളത് ഹുസൈനാരിലൂടെയാണല്ലോ ശരിക്കും നടക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മകനെ അറുക്കാൻ പറഞ്ഞപ്പോ ആടിനെ കൊടുത്താൽ പിന്നെ ഇവിടെ ഇപ്പോ പേരക്കുട്ടിനെ ഷഹാദത്ത് നേരത്തെ അറിഞ്ഞിട്ടും അതിന് തയ്യാറായി നടത്തി കാണിച്ചു കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്? മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളല്ല, 1074 അഹ്ലുബൈത്തിനെയാണ് അന്ന് അവര് ഷഹാദത്ത് കൊന്നുകളഞ്ഞത്. അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മാത്രമാണല്ലോ അതിന് രക്ഷപ്പെടുന്നത്. അപ്പൊ മുസ്ലിം ഈ ഉമ്മത്തിലുണ്ടായ ഏറ്റവും വലിയ ബലാവും മുസീബത്തും അതാരെ ഷഹാദത്ത് തന്നെയാണ്, മഹാനരായ സയ്യിദുന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. അപ്പൊ 5 കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, അലിയാര് തങ്ങളോട് മുത്തു റസൂല് നേരിട്ട് പറഞ്ഞ വാക്കാണെന്ത്? നിങ്ങൾ ഈസാ നബിയെ പോലെയാണ്.
നിങ്ങളുടെ ഉപമ ഈസാ നബിയുടെ ഉപമയാണ്. നിങ്ങൾ ഒരുപാട് ആളുകൾ മദ്ഹ് പറയും, മദ്ഹ് പറഞ്ഞ് പറഞ്ഞ് അവർ നശിച്ചങ്ങ് പോകും. ഏതുപോലെ നസ്വാറാക്കൾ നശിച്ചതുപോലെ. അതാണ് ഞാൻ പറഞ്ഞ റാഫിദിയത്ത്. അവര് മദ്ഹ് പറഞ്ഞ് നബിയാണ്, റസൂലാണ്, അള്ളയാണ് എന്ന് വരെ വാദിച്ചുപോയി. അവര് ഹലാക്കായിപ്പോയി. അതേ സമയത്ത് നാസുബിയത്ത്, അവര് അലിയാര് തങ്ങൾക്കെതിരെ ശത്രുവായി രംഗത്ത് വന്നു. ഈസ നബിയെ അന്ന് ജൂതന്മാരും എതിർപക്ഷവും എതിർത്ത പോലെ അവരും ഫിന്നാറാണ്. അലി തങ്ങളെ അംഗീകരിക്കാതെ എതിർത്തു പോയാൽ നരകാണ്, യാതൊരു സംശയവുമില്ല. ഈ റാഫിദിയത്തിനും നാസുബിയത്തിനും ഇടക്കാണ് അഹ്ലുസുന്ന ഉള്ളത്. അലിയാര് തങ്ങൾക്കും ഹുസൈനാര് തങ്ങൾക്കും എന്തെല്ലാം മഹത്വമുണ്ടോ ആ മഹത്വമൊക്കെ പറയാം. എന്തൊക്കെ അവിടത്തെ മധുഹുണ്ടോ അതൊക്കെ പറയാം. അവരെ മഹബത്ത് വെക്കണം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ പറഞ്ഞു വരുന്നത്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ എന്നും മശായിഖന്മാരെ ഭാഗമാണ്. ഒന്നാമതായി അതാണ് നമ്മൾ പറഞ്ഞു. രണ്ട്, മദ്ഹ് പറയാ എന്ന് പറയുമ്പോൾ മദ്ഹ് പറയുന്ന ആളുകളൊക്കെ റാഫിദിയാക്കുന്ന ഒരു പണി പണ്ട് കാലം മുതൽക്ക് എവിടെ ഉണ്ട്? അതാണ് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ്, അഹ്ലുബൈത്തിനെ ഹുബ്ബ് വെക്കലും അവരെ മദ്ഹ് പറയലും റാഫിദിയാകാനുള്ള കാരണമാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളി, ഞാനും ആരെന്നെയാണ്, ആ റാഫിദി തന്നെയാണ്. ഫല്യശ്ഹദി സഖലാൻ അന്നീ റാഫിദി. ഞാൻ ഉറപ്പിച്ചു പറയാണ്, നിങ്ങൾ സാക്ഷി നിന്നോളി, മനുഷ്യനും ജിന്നും ഒക്കെ ഞാൻ റാഫിദിയാണ്. അപ്പൊ അത് അതാണല്ലോ അൽഹംദുലില്ലാഹ് നമ്മളെ സാവിയയില് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ഹുസൈനാര് തങ്ങളെ മദ്ഹ് പറയാൻ നമുക്കൊന്നും ഇവിടെ ഒന്നും എന്തല്ല തടസ്സമല്ല. പലർക്കും അതിന് കഴിയുന്നില്ല. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമതായി നമ്മൾ പറഞ്ഞ കാര്യം, ഈ ചർച്ചയിൽ ഇടപെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഹുസൈനാരുടെ ഷഹാദത്ത് എന്നത് ഏതോ ഒരു ഇജ്തിഹാദിന്റെയോ അല്ലെങ്കിൽ ഏതോ ഒരു ആരുടെയോ നിർദ്ദേശത്തിന്റെയോ പേരിൽ ഉണ്ടായതല്ല. ഇത് നേരത്തെ ആര് പറഞ്ഞതാണ്? മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് വന്ന് പറഞ്ഞതാണ്, ഇവര് ഷഹാദത്ത്, ഇവരുടെ ഖത്ല് നടക്കും, ഇവരെ കൊല ചെയ്യപ്പെടും. അപ്പൊ അത് ഹബീബായ തങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, മണ്ണ് കൊണ്ടുപോയി ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തു, ആ ഭൂമി കാണിച്ചു കൊടുത്ത് എന്നല്ല, ഷഹാദത്തിന്റെ ദിവസം തന്നെ മുത്തുനബി ഉമ്മു സലമയോട് എന്ന് പറഞ്ഞ്, ഞാൻ ഹുസൈനാര് തങ്ങളെ ഷഹാദത്തിന് സാക്ഷിയായി വരികയാണ്. അപ്പൊ ഈ ഷഹാദത്ത് ഏതെങ്കിലും ഒരു ഇജ്തിഹാദോ ഇജ്മാവോ എന്നും പറഞ്ഞ് അതിനെ റദ്ദ് ചെയ്യാൻ കഴിയില്ല. ഇതാരെ നിർദ്ദേശത്തിൽ വരുന്നതാണ്? മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. നാലാമതായി നമ്മൾ പറഞ്ഞു, ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വഹാബത്തിനെ ത്വഅന് ചെയ്യാൻ പാടില്ല. സ്വഹാബികളെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് വേണം ഇതിനെ എന്ത് ചെയ്യാൻ? ആക്ഷേപിക്കാൻ. റാഫിദിയാക്കളുടെ ശൈലിയാണിത്. റാഫിദിയാക്കളും ഷിയാക്കളൊക്കെ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ എതിർത്തിട്ടുണ്ടല്ലോ. അലിയാർക്ക് വരേണ്ട നുബുവത്ത് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആരെയാണ് വിമർശിക്കുന്നത്? മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുണ്ടാകാൻ പാടില്ല. സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്ന സ്വരങ്ങൾ ഉണ്ടാകരുത്. 5, യസീദിനെ ഇനിയൊന്നും പറയാൻ ബാക്കിയും വെക്കാൻ പാടില്ല. അതാണ് ഇതിന്റെ ലാസ്റ്റ് നമ്മൾ എത്തിപ്പെടുന്ന പോയിന്റ്. കാരണം ഏറ്റവും ഒരാൾക്ക് കിട്ടേണ്ട ശിക്ഷയുടെ അങ്ങേയറ്റേതാ? ലഅനത്താണ്. കാരണം ഇബ്ലീസിന്റെ പേരിട്ട് നമ്മൾ എന്താ പറയുന്നത്? അയാളപ്പുറം പേച്ച ഒരാളില്ലല്ലോ. ലഅനത്തുല്ലാഹി അലൈഹി എന്നാണല്ലോ പറഞ്ഞത്. അവന്റെ മേൽ അള്ളാന്റെ ശാപമുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവട്ടെ. യസീദിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തയിടത്ത് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്നെ സ്വഹാബികളുടെ കാര്യം പറഞ്ഞപ്പോൾ അവരെ ആക്ഷേപിക്കരുതെന്ന് ഇത്തിഫാക്ക് ഉണ്ട് എന്ന് പറഞ്ഞ ഇമാം ഇബ്നു ഹജർ അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ അവരുടേതായ ഉസൂല് വെച്ചുകൊണ്ട്, അവർക്കൊരു പൊതു ഉസൂല് ശാഫിഈ മദ്ഹബിലുള്ളതാ. അതെന്താ? ഒരു വ്യക്തിയെ നമ്മൾ ലഅനത്ത് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ അവസാനം ഇന്നതാണ് എന്ന് അറിഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് നമ്മൾ എന്തിന് അവരെ കുറിച്ച് പറയണം എന്ന ഉസൂലിന് അനുസരിച്ചാണ് ഇബ്നു ഹജർ തങ്ങൾ പോകുന്നത്. അതുണ്ടായിരിക്കെ തന്നെ
അവര് അസ്വായിക്കുൽ മുഹരിഖയിലൊക്കെ കൊണ്ടുവന്നത് വലിയ വലിയ ആളുകൾ ആരെ ലഅനത്ത് ചെയ്തിട്ടുണ്ട്, യസീദിനെ ലഅനത്ത് ചെയ്തിട്ടുണ്ട്. അതാണ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ ഖൗലൊക്കെ ഉദ്ധരിച്ച് അവരെ എന്നല്ല ഒരു കാര്യത്തിൽ ഇത്തിഫാഖ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ കാര്യം ഏതാ? ആരെങ്കിലും ഹബീബായ തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ തങ്ങളെ കൊല്ലുകയോ കൊല്ലാൻ വേണ്ടി കൽപ്പിക്കുകയോ ചെയ്താൽ ആ ചെയ്ത ആൾക്ക് ലഅനത്തുണ്ടാവട്ടെ എന്ന് പറയാം. അതിൽ തർക്കമല്ല, അതിൽ ഇത്തിഫാഖ് ഉണ്ട്. യസീദിന്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നതെങ്കിൽ അതിന് നല്ലൊരു പക്ഷം ഉലമാ അതിന്റെ കൂടെ ഉണ്ട് എന്നും മശായിഖന്മാരുടെ സമ്മതം ഉണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് അതിൽ പറയുന്നത്. അത് അത്രയും പറഞ്ഞു വെച്ച എന്തിനാ? ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ട് അയാളെ പൊക്കിയിട്ട് അയാളെന്തോരം വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു കൊണ്ടുവരണ്ടെന്നുള്ള തന്നെ അതാ ചർച്ച പോയത് തന്നെ. വല്ലാത്തൊരു ലോകം തന്നെയാണ് ഇപ്പോൾ അഹ്ലുസുന്നന്റെ പേരിലാണ് യസീദിന് ആളുകൾ ഉണ്ടാകുന്നത്. ഈ മുഹറം 10 നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ സേവനം തന്നെ. ഇക്കാലത്തൊക്കെ ശരിക്കും ലയനത്തൊന്ന് കട്ടിക്കൂട്ടി പറയാൻ വേണ്ടി. കാരണം എന്താന്ന് വെച്ചാല് ഇവര് ഇവിടെ യസീദിനെ നന്നാക്കാൻ വേണ്ടി നോക്കുകയാണ്. അയാൾ അറിയില്ലേന്നു, അയാൾക്കറിയില്ല ഇത് അള്ളാന്റെ റസൂലിന്റെ കുട്ടിയാണ് വരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവമൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇബ്നു സിയാദിനെ അങ്ങോട്ട് വിടുന്നത്. അവനാന്റെ ഭരണം നിലനിർത്താൻ എന്തും ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ ഒരു സന്ദേശം. യസീദിനിപ്പോ എന്താ പ്രശ്നം? ഹുസൈനാര് തങ്ങളോട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ വന്നു കഴിഞ്ഞാൽ യസീദ് ഭരണാധികാരി എന്നതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഇവിടൊക്കെ പയനല്ലേ പ്രശ്നം. മശായിഖന്മാർ അഹ്ല് ഉയർന്നു വന്ന അവനാന്റെ സംഘടനയിൽ ആളുണ്ടാവില്ല എന്നാണല്ലോ ഇപ്പോഴും പ്രശ്നം. അതാണല്ലോ പ്രശ്നം. ഇപ്പൊ നമ്മളെ ഷെയ്ഖുനാനെ മജ്ലിസിലേക്ക് കൊണ്ടുവന്ന് വരാം. ഞാനൊക്കെ ഷെയ്ഖുനാനെ അറിയുന്ന ഇവരിനോട് പറഞ്ഞിട്ടാണ്. എന്നെ മർക്കസിൽ കൊണ്ടുപോയി നിങ്ങൾ ഇന്ന ആളെ അടുത്ത് പോകണം എന്നൊക്കെ എന്നെ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ പോണത്. അങ്ങനെ ഓല് ദ്വാരക്ക് കൊണ്ടുപോയി എന്നോട് പറഞ്ഞു ദ്വാരന്ന് അപ്പോൾ ഉത്തരം കിട്ടും, ഭയങ്കര കറാമത്തുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നെ ഷെയ്ഖുനായിലേക്ക് എത്തിക്കും. അങ്ങനെ നമ്മൾ ഷെയ്ഖുനാന്റെ അടുത്ത് എത്തി. ഷെയ്ഖുനായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല പരിപാടിയിലും ഇവളെക്കാൾ ആള് ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. ദുബൈയിൽ ഞങ്ങളൊരു പരിപാടിക്ക് പോയി. ഞാനല്ല, തൊയ്യിലുസ്താക്കുണ്ട്. ദുബൈയിലൊക്കെ സാധാരണ ഈ നേതാക്കൾ വന്നാൽ പലരും കാറൊക്കെ ആയിട്ട് വരും. പക്ഷേ അങ്ങനെയുള്ള എല്ലാ ആളുകളും ഷെയ്ഖുനാൻ ഓൽക്കിത് കണ്ട് പരിചയമില്ലല്ലോ. ഓല് ഈ സംഘടനാ ഭാഗത്ത് മാത്രമല്ലേ കേട്ട് പരിചയമുള്ളൂ. ഷെയ്ഖുന അവിടെ വന്ന് തസവുഫ പറയാം, മശായിഖന്മാരെ കുറിച്ചും ആഖിറും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു താല്പര്യം. അങ്ങനെ വലിയ വലിയ പണക്കാരും എല്ലാവരും ഷെയ്ഖുനക്ക് വേണ്ടി കാറ് 2-3 കാറൊക്കെ നിർത്തി വെച്ച് കൊടുക്കുകയാണ്. ദുബായ് മർക്കസിലൊരു വലിയ പരിപാടി നടന്നു. എല്ലാവരും വന്ന് വേറെ പല നേതാക്കൾ റൂമിൽ ഇരിക്കുന്നുണ്ട്. ഓലൊന്നും ശ്രദ്ധിക്കാൻ തന്നെ ആരുമില്ല. കാരണം ഇത് കിട്ടി അനുഭവിച്ച ആള് പോലല്ലത്. സാധാരണ ഇങ്ങോട്ട് പിന്നെ പലരും പൈസ വാങ്ങാൻ വേണ്ടി വരുമ്പോൾ അന്ന് പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും. അന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. അങ്ങനെ അവിടെ എത്തി വലിയ മജ്ലിസ് നടന്നപ്പോൾ ആൾക്കാർ കരയാലും ഇതൊക്കെ ആയി. ഇവർക്ക് ബോധ്യപ്പെട്ടെന്ത് ഈ കോലത്ത് പോയാൽ നേതൃത്വം നേരെ അങ്ങോട്ട് പോകുന്നു. അപ്പൊ അവര് പറഞ്ഞു ആള് കൊല്ലാതെ കൂടുന്നുണ്ട്, അതുകൊണ്ട് ഒരു പ്രശ്നം എന്തായാലും കണ്ടെത്തിയിട്ട് തള്ളണം. അങ്ങനെ എന്നെ പലരും വിളിച്ചിട്ട് പറഞ്ഞു അതിന് പോരണം, ഇനി മൂപ്പരായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ബന്ധപ്പെടാൻ പറഞ്ഞ്, ഇപ്പൊ ബന്ധപ്പെടണ്ടെന്നറിയാം. അപ്പൊ എന്തിനാ നിങ്ങൾ ബന്ധപ്പെടാൻ ബന്ധപ്പെടണ്ടാറിഞ്ഞ് എന്തിനാ രണ്ടും പറയണമെന്ന്. എല്ലാവരുള്ള മുഷാവറയിലേക്ക് എന്നെ വിളിച്ച് നമ്മൾ അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളാണല്ലോ നമ്മൾ അവരിൽ എത്തിച്ച്, നിങ്ങളിലൊന്നും കാണാത്ത മശായിഖന്മാരെ വഴി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നേരത്തെ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ഓരോന്നിനും മറുപടി പറയുന്നു. അത് അവര് പറഞ്ഞെന്നാണല്ലോ നമുക്ക്. അവരെ മഹത്വം നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് ആരാ? ഷെയ്ഖുനയാണ്. അവരോടുള്ള ആദരവ് പഠിപ്പിക്കുന്നതൊക്കെ അവരാണ്. മശായിഖന്മാരൊക്കെ എല്ലാവരെയും ആദരിക്കണം, എല്ലാവരോടും സ്നേഹം വേണം, ഇത് പഠിപ്പിക്കുന്നത് പോലാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ എവിടെ പോയാലും ഇല്ലാത്തൊരു റാഹത്ത് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമുണ്ടാവും. എന്താ? ഇതൊക്കെ ഒരു അഹ്ലാണ്. ഓരോരുത്തരും എത്തിച്ചേരുന്ന സ്ഥലം ഒന്നാണ്. നമ്മൾ തമ്മിൽ വിളിക്കുമ്പോഴും ബന്ധപ്പെടുന്ന ഒരു ആ സ്നേഹത്തിലാണ് നമ്മൾ സംസാരിക്കുക. തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന എപ്പോഴും മശായിഖന്മാർ അഹലിനോട് മാത്രം. അപ്പൊ ഞാൻ ഉസ്താദൊക്കെ പലപ്പോഴും വേറെ ആരോടും പറയാത്തൊക്കെ ഞങ്ങൾ തുറന്ന് സംസാരിക്കാറുണ്ട്. കാരണം നമുക്ക് അത്രയും അതിലൊരു വിശ്വസ്തത ഉണ്ട്. അതിന് അവര്
പിന്തുടരുന്ന ഹദറത്ത് ആണല്ലോ നമ്മൾ അതിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ്, നിങ്ങൾ പോരണം ഞങ്ങളെ കൽപ്പനയാണ്. അങ്ങനെ കൽപ്പന ഉണ്ടായിട്ട് കാര്യമില്ല, എന്തിനു പോരണം, ശരീഅത്തിൽ എന്താണ് പ്രശ്നം എനിക്ക് പറഞ്ഞു തരണം തന്നെ. എന്ത് പ്രശ്നം? വലക്കാളി സൂക്ഷ്മത 100 കണക്കിനുണ്ട് എന്ന് ഉറപ്പന്നല്ലേ. എന്ത്? അവസാനം പറഞ്ഞ ആള് കൂടുന്നുണ്ട് എന്ന്. ഞാൻ അത് മൂപ്പര കുഴപ്പമില്ല, നിങ്ങളെ കുഴപ്പമാണ്, ആൾക്കാർ കൂടിയിട്ടല്ലേ, നിങ്ങൾ തന്നെയല്ലേ കൊണ്ടുവന്നത്. അതൊരു മനുഷ്യനോട് പറയാൻ പറ്റും ആള് കൂടുന്നുണ്ട് എന്നുള്ളത്? അപ്പൊ ആള് കൂടിയാൽ എന്താ ഉണ്ടായ? അവനവന്റെ നേതൃസ്ഥാനം നഷ്ടപ്പെടും, അവനവന് കിട്ടുന്നത് കുറഞ്ഞു പോകും. അതാണ് ഈ മശായിഖന്മാരെ മുഴുവനും ഈ ഖൗം എതിർക്കാനുള്ള കാരണം. യസീദ് എന്തിനു വേണ്ടിയാണോ ഹുസൈൻ റളിയല്ലാഹു അൻഹു എതിർത്തത്, അതേ കാരണമാണ് വലിയ വലിയ മശായിഖന്മാരെ ഈ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്നവർ എതിർക്കാനുള്ള കാരണം. അവരെ സ്ഥാനം നഷ്ടപ്പെട്ടു. ഹുസൈനാര് തങ്ങൾ കൂഫയിലെത്തി ഭരണം ഏറ്റെടുത്താ പിന്നെ യസീദിനാരെ നോക്കൂ? ആരും നോക്കൂല. കാരണം ധാരാ വന്നത് മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിലിരുത്തി ചുംബനം നൽകി ഹബീബായ തങ്ങളെ ശരീരത്തോട് ചേർത്ത് വെച്ച് എത്ര എത്ര സംഭവങ്ങൾ. ചെറിയ കുട്ടിയായ സമയത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിന്റെ മുകളിലൊക്കെ കയറിയിരുന്ന സംഭവങ്ങളൊക്കെ എത്രയല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ ഒരു ദിവസം പറഞ്ഞല്ലോ, നല്ല വാഹനമാണല്ലോ കയറിയിരിക്കണ വാഹനം. അപ്പൊ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വാഹനം മാത്രമല്ല മുകളിലുള്ള ആൾ ഉഷാറാണെന്ന്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിച്ചുകൊണ്ടാണല്ലോ ഓലെ പോക്ക്. ഹസൻ ഹുസൈൻ എന്ന് പറഞ്ഞാൽ അതങ്ങല്ലേ അതിൻ്റെ ഒരു സംഭവം ഉള്ളത്. സ്വഹാബത്ത് അങ്ങനത്തെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് ഒരാള് കർബല സംഭവത്തിന് ശേഷം ബഊദിന്റെ രക്തത്തിനെ കുറിച്ച് മസ്അല ചോദിച്ചത് ബുഖാരിയിലുണ്ട്. ദമുൽ ബഊദ്, കൊതുക് പോലെയുള്ള ചെറിയ ഒലിക്കാത്ത രക്തമുള്ള വസ്തുവിന്റെ രക്തമായാൽ എന്താ അതിന്റെ മസ്അല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഉമർ തങ്ങൾ നോക്കിയിട്ട് അൻത മിൻ അഹ്ലിൽ ഇറാഖ്, ഇറാഖുകാരനാണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ മസ്അലക്ക് ഉത്തരമൊന്നും പറഞ്ഞില്ല. ഇറാഖിൽ ഒന്ന് വന്നതാണോ? അവനെ കണ്ടപ്പോൾ തന്നെ തോന്നിയതാണ്. നഹ്നു മിൻ അഹ്ലിൽ ഇറാഖ്, ഞങ്ങൾ ഇറാഖുകാരാണ്. ഹുസൈനാര് തങ്ങളെ കൊന്നുകളഞ്ഞ് അവിടുത്തെ രക്തം പൊടിഞ്ഞ മണ്ണിൽ നിന്ന് വന്നിട്ട് എന്നോട് ബഊദിന്റെ മസല വെച്ച് പോടുന്നു, അതിനൊരു മസലയും പറയില്ല. അതിനുള്ള ദേഷ്യം, നിഫ്രത്ത് പ്രകടിപ്പിക്കുകയാണ് അവരപ്പോ ഓർത്തത് ഹുസൈനാര് തങ്ങൾ ആ ഒരു ഷഹാദത്ത്, ആ രക്താണല്ലോ. അപ്പൊ അതില് ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അധികാരവും പണവുമാണ് ഇവിടുത്തെ പ്രശ്നം. ഹുസൈനാര് തങ്ങളെ സംബന്ധിച്ച് അറിയാത്ത ആളല്ലല്ലോ യസീദ്, ഇബ്നു സിയാദ്. ഓലൊക്കെ പേരിന് മുസ്ലിങ്ങളാണല്ലോ. ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് അറിയാലോ ഇത് ആരെ പേരക്കുട്ടിയാണ്, ഞങ്ങളൊക്കെ ഏറ്റവും അംഗീകരിക്കുന്ന മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവര് സുജൂദിലായി കിടക്കുമ്പോ ആ തല കത്തി കൊണ്ട് അല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടണമെങ്കിൽ, അരിയണമെങ്കിൽ ഇവൻ ആരാകണം? അപ്പൊ അതിന്റെ പിന്നിൽ ഭരണവും നേതൃത്വ പദവിയും സ്ഥാനവും അത്രയും പ്രശ്നമായിരിക്കും ആളുകൾക്ക് എന്നൊരു മെസ്സേജ് നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ നമ്മൾ മഹല്ല് പ്രസിഡന്റോ സെക്രട്ടറി ഒക്കെ ആയാൽ നമ്മളൊരു അഹ്ലിലായി പോയാൽ പിന്നെ അതിനൊക്കെ ഒഴിവാക്കുമല്ലോ, അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മളും വിചാരിക്കും ഇനിയിപ്പം ആ അഹ്ലിലായ അമ്മക്കുള്ള എല്ലാ സാധനവും പോവും, ഇവിടെ ഒരു മെമ്പറും ഉണ്ടാവില്ല, അവർ ചിലപ്പോൾ മൊത്തം ഒറ്റപ്പെട്ടു പോകും എന്ന് കരുതിയിട്ട് അതിന് മാറി നിൽക്കുക എന്നുള്ളത് ചെയ്യരുത് എന്നാണ് ഹുസൈനാര് തങ്ങൾ പഠിപ്പിക്കുന്നത്. യസീദിനെ നശിപ്പിച്ചത് അധികാരമോഹമാണ്, വേറെ ഒന്നുമല്ല, വേറെ പ്രശ്നം ആയിക്കില്ല. ഈ നഷ്ടപ്പെട്ടു പോകും അധികാരം എന്ന് കരുതിയിട്ട് കൊന്നങ്ങ് കളഞ്ഞതാണ്. അപ്പൊ എത്രയാണ് മനുഷ്യന് ഈ ആർത്തിയും ഈ ഭരണവും ഇതുപോലെ തന്നെ ഈ അധികാരവും. അത് ഏത് സമയത്തും മശായിഖന്മാർക്ക് പണി വലാത്തില്ല. അതുകൊണ്ട് ഈ 5 കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളെ ഈ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. അഹ്ലുബൈത്ത് എന്ന് പറയുമ്പോ അവിടെ ഉലമാ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഇമാം ഇസ്മായിൽ അൽ ഹിഖി തങ്ങൾ അവരെ റൂഹുൽ ബയാനിലൊക്കെ പറഞ്ഞൊരു സംഭവം. അഹ്ലുബൈത്ത് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നവരാണ് നമ്മളിപ്പോ പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ, ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയുടെ മക്കളായ അഹ്ലുബൈത്ത്. എന്നാൽ ഉന്നതരായ മശായിഖന്മാരുണ്ടാവും. ഫൗസുൽ ആദമിനെ പോലെ, അഹ്മദു തിജാനി റളിയല്ലാഹുവിനെ പോലെ. ഇവരൊക്കെയാണ്
അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞതിൽ ആദ്യം വരുന്ന ആളുകൾ. അഹ്ലുബൈത്ത് ഫിസ്സൂറ വഫിൽ മഅന രണ്ടായിട്ടാണ് ഇമാം ഷഅറാനിയും ഈ വിഷയം പറയുന്നുണ്ട്. അതില് മഹാനവറുകൾ പറയുന്നത് കാണാം, അമ്മൽ ഖറാബത്തു ഫിസ്സൂറ വൽ മഅന മഅൻ ഫഹുമുൽ ഖുലഫാ വൽ അഇമ്മത്തുൽ ഖായിമൂന മഖാമ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്ത് വരുന്ന മശായിഖന്മാർ, അൽ അഖ്താബുൽ മുഹമ്മദിയൂൻ എന്ന് പറയുന്ന, അതാണ് നമ്മൾ അന്ന് പറഞ്ഞല്ലോ, മഹാനരായ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അവരൊക്കെ അതേ സ്ഥാനത്ത് വരുന്നവരാണ്. അതാണ് അവിടുത്തെ കലാമുകളുടെ ഒക്കെ മഅന. ഹബീബായ തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അസ്ഹാബ് കഴിഞ്ഞാൽ പിന്നെ എന്റെ അസ്ഹാബാണെന്ന് അവർ പറഞ്ഞല്ലോ. കാരണം എന്താ? അത് പറയൂ അവര്, കാരണം അവര് അതേ സ്ഥാനത്ത് വന്നവരാണ്. അഖ്താബീങ്ങളിൽ തന്നെയും നേരെ അവിടുത്തെ ഖദമിൽ വന്നവരാണ്. അങ്ങനെയുള്ള ആളുകളാണ് അഹ്ലുബൈത്ത് എന്നതിൽ ആദ്യം വരുന്നത്. അവര് ഫിസ്സൂറ വൽ മഅന രണ്ട് രൂപത്തിൽ നോക്കിയാലും അവർ അഹ്ലുബൈത്താണ്. നീ നേർക്ക് നേരെ അഹ്ലുബൈത്തിൽ പെടാത്ത ഒരാൾ വന്നതെങ്കിൽ പോലും അവരാണ് അഹ്ലുബൈത്ത്. എന്നിട്ട് ഈ പരമ്പരയിലും കൂടി വന്നവരാണെങ്കിൽ പിന്നെ എല്ലാമായി നസബൻ വശറഫൻ എല്ലാം അവർ അഹ്ലുബൈത്തായി. ആ അഹ്ലുബൈത്തിനെ അംഗീകരിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിൽക്കേണ്ടത്. ആ അഹ്ലുബൈത്തിനെ കുറിച്ചാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പല ഹദീസുകൾ ഉള്ളതും. അവസാന കാലത്ത് എൻ്റെ അഹ്ലുബൈത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ അഹ്ലുബൈത്തായി വരുന്ന തങ്ങന്മാരുള്ള ഏത് പാർട്ടിയിലും ചേരാന്നാ പറഞ്ഞ്. അഹ്ലുബൈത്ത് പള്ളിയിലുണ്ടാവുമല്ലോ. അവിടെ അഹ്ലുബൈത്ത് എന്നൊക്കെ പ്രയോഗിക്കുന്നത് ആരെ സംബന്ധിച്ച? മശായിഖന്മാരെ സംബന്ധിച്ച. ഏറ്റവും കാമിലായി വരുന്ന, നേരെ അള്ളാഹിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അഹ്ലായി വരുന്ന അഹ്ലുബൈത്തിനെ സംബന്ധിച്ച്. അവരെ കപ്പലിൽ ആര് കയറിയോ അവർ രക്ഷപ്പെട്ടു. പ്രത്യേകിച്ച് അവസാന കാലത്താവുമ്പോൾ അതേ രക്ഷയുള്ളൂ. വേറെ എവിടെ പോയാലും നശിച്ചു പോകും. നമ്മൾ ആ റൂട്ട് കറക്റ്റ് ചെയ്ത് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാ? നമ്മളെ മശായിഖന്മാർ അത് നമുക്ക് കൃത്യമാക്കി തന്നു. അപ്പൊ ആ ഒരു റൂട്ടിൽ ഉന്നതരായ മശായിഖന്മാരെ പിന്തുടർന്നാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നർത്ഥം. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ അതിന് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, പ്രയാസങ്ങളില്ലാതെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഒരിക്കലും കഴിയൂല എന്നും ഹുസൈനാര് തങ്ങളെ ഷഹാദത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും വരാനില്ല. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായതുകൊണ്ട് ഹുസൈനാര് തങ്ങൾക്ക് എന്തോ പറ്റും? പറ്റൂല. കാരണം എന്താ? അത് നേരെ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോയി അവർക്ക് കൊടുക്കേണ്ട എല്ലാ മഹത്വവും കൊടുത്തില്ലേ? ഈ ദുന്യവിയായ ജീവിതത്തിന് എന്ത് വിലയാളുള്ളത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് മുത്തു റസൂൽ പറയുന്നുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന് നോമ്പ് തുറക്കൽ നമുക്ക് ഒന്നിച്ചാക്കാം, ഇന്ന് ഒന്നിച്ച് നോമ്പ് തുറക്കാന്നാ പറയുന്നത്. അവരെ ഷഹാദത്തിന്റെ ദിവസം വന്ന് പറഞ്ഞതാണ്, നോമ്പ് തുറ നമുക്ക് ഒന്നിച്ചാക്കാന്ന്. നോമ്പുകാരനായിരിക്കാണല്ലോ അവര് ഷഹീദാകുന്നു. അപ്പൊ ഷഹീദാവുക, ദുനിയാവിൽ എന്തോ സ്ഥാനം നഷ്ടപ്പെടുക, ദുനിയാവിൽ എന്തെങ്കിലും നമ്മളെ ജീവൻ തന്നെ പോവുക, ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടപ്പെടലേ അല്ല എന്നർത്ഥം. നമ്മളൊരൊറ്റ പോയിന്റിൽ നിൽക്കേണ്ടി ഉള്ളൂ. നമ്മളെ മശായിഖന്മാർക്കും ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇഷ്ടപ്പെട്ടവരാണോ? ആ പോയിന്റിൽ മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടുള്ളൂ. ജനങ്ങൾ പറയട്ടെ പറയാതിരിക്കട്ടെ, ഇന്ന് മദ്ഹ് പറഞ്ഞവർ നാളെ ചീത്ത പറയൂ. നമ്മളൊക്കെ അതിൽ അനുഭവിച്ച ആളുകളല്ലേ. നമ്മളേറ്റവും വലിയ പണ്ട് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങള് അഹ്ലി കിതാബിൽപ്പെട്ട ആളായിരുന്നു. തൗറാത്ത് ഇഞ്ചീലൊക്കെ ഓതിയ ആളാണ്. മൂപ്പര് അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമായി മൂപ്പര് ഇങ്ങനെ നിൽക്കുമ്പോൾ ജൂതന്മാരുടെ ഒരു കൂട്ടം വരുന്നുണ്ട്. അപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുറച്ച് മാറി നിൽക്കി, ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ അവരോട് എന്താ അവസ്ഥ. ഓരിങ്ങനെ വന്ന് ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു സലാം ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ ആരാ? ഓരെല്ലാരും കൂടി ആ മറുപടി പറഞ്ഞു. ഒരു മുസ്ലിമായത് അറിഞ്ഞില്ല. ആലിമുൻ ഒബുനു ആലിമിൻ,
ഒരു വലിയ പണ്ഡിതനാണ്, ഞങ്ങളെ കൂട്ടത്തിൽ അത്രയും പവറുള്ള ആരും വേറില്ല. മൂപ്പരെ വാപ്പയും വലിയ ആലിമയെന്ന് വബുനു ആലിമി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മഹത്ത് അങ്ങനെ പറഞ്ഞ് കറക്റ്റ് ആയപ്പോൾ അബ്ദുല്ലാഹിബ്നു സലാം തങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. മൂപ്പര് പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മൂപ്പരെ നിലപാട് പ്രഖ്യാപിച്ചു. ഒന്നും നോക്കാതെ അതേ ടീം അതേ സെക്കൻഡിൽ പറഞ്ഞല്ലോ അബ്ദുല്ലാഹിബ്നു സലാം ജാഹിലുൻ വബുനു ജാഹിലിൻ. വാപ്പനെ വരെ പറഞ്ഞു ജാഹിലാണ്, ജാഹിലിന്റെ മോനാണ്, ഒരു കുന്തുവാക്കി തിരിയൂല, അയാളെപ്പോലെ നശിച്ച ഒരാളില്ല. ഇതേ സംഭവം നമ്മളിൽ ഉണ്ടാവും. നിങ്ങളൊരു നാട്ടിൽ ഉഷാറായി ഇങ്ങനെ പോയിന്റ് എടുക്കായിരിക്കും ഈ അഹ്ലിനെ കുറിച്ച് കേൾക്കുക. നിങ്ങൾ ഇവിടെ വരാൻ തുടങ്ങി, ബന്ധാവാൻ തുടങ്ങി, അത് പുറത്തറിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ മുമ്പ് അവിടുത്തെ സെക്രട്ടറി ആവാം, പ്രസിഡന്റ് ആവാം, ആലിമാവാം, ഒക്കെ ആവാം. ചിലപ്പോൾ അറിഞ്ഞ് പിറ്റേന്ന് നിങ്ങൾ നേരെ എതിരായിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ ബാധിക്കുക എന്ന് ഇല്ല. ഇമാം ഷാറാനി തങ്ങൾ പറയുന്നുണ്ട്, ലോകം മുഴുവൻ എനിക്കെതിരെ ഒന്നിച്ചു, എനിക്കെതിരെ ഫത്വയും കിട്ടി. അൽമിനനിൽ പറയുന്നുണ്ടല്ലോ ലാസ്റ്റ് ഭാഗത്ത്, എല്ലാവരും എനിക്കെതിരെ രംഗത്ത് വന്നു. പക്ഷേ എൻ്റെ മശായിഖന്മാർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സ്നേഹവലയത്തിൽ ഞാൻ എതിർപ്പുകൾ കണ്ടതേ ഇല്ല എന്നാണ്. എതിർപ്പുകളിലേക്ക് നോക്കാൻ അവിടെ സമയം, ഇവരെ സ്നേഹത്തിന് മുമ്പിൽ മറ്റ് എതിർപ്പുകൾക്ക് എന്ത് സ്ഥാനം? അത് മധുഹും ദമ്മൊക്കെ സമമാണ് എന്നതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഞാനും എല്ലാവരും നമ്മൾ എത്തിച്ചേരേണ്ട ഒരു സംഭവമാണ്. കാരണം അതിൽ വിലയില്ല. ഇന്നിപ്പോൾ ഉഷാറാക്കി പറഞ്ഞാൽ നാളെ മോശമാക്കി പറയും, നാളെ മോശമാക്കി പറഞ്ഞ ഒരാൾ മറ്റന്നാളെ മധുഹും പറയും. ഇപ്പോൾ വാട്സപ്പിലൊക്കെ നല്ലോണം ചീത്ത പറയുന്ന ആൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയിട്ടോ അതുകൊണ്ട് നിങ്ങൾ മാപ്പാക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ പിറ്റേന്ന് പറയാം അല്ല നിങ്ങൾ ശരിയല്ല എന്ന് പിന്നെയും ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ച് നിൽക്കാൻ നമുക്ക് സമയമില്ലല്ലോ. ഓല് പറയട്ടെ പറയാം. എന്നൊക്കെ വല്ലാതെ തെറി പറയുമ്പോൾ എന്നോട് നിർദ്ദേശം ഒരു നല്ലൊരു ഫ്ലവർ ഇട്ട് കൊടുക്കാനാണ്. ചീത്ത കൂടുമ്പോൾ നല്ലൊരു പൂവിട്ട് കൊടുത്താൽ അവന് ചെറിയൊരു സമാധാനം ഉണ്ടാവും. നമ്മളതിലേക്ക് നോക്കണില്ലല്ലോ, കാരണം നമ്മളിത് ചെറുപ്പത്തിൽ കേട്ട് വളർന്നു പോകുന്നതല്ലേ. അപ്പൊ ആ ഒരു രംഗത്ത് നമുക്കല്ല ചെയ്ത നിഅമത്ത് പതപ്പാന്ന് ഹുസൈനാര് തങ്ങളെ കുറിച്ച് പറയാനും കേൾക്കാനും ഇരിക്കാനും ഇതൊന്നും നമ്മളെ അഖിലെല്ലാം നടക്കൂല. അവർക്ക് പേടിയാണ് ഇത് ഷിയ ആയി പോവോ റാഫിദി ആയി പോവോ എന്നിട്ട് യസീദിന് മദ്ഹ് ഉണ്ടാക്കാൻ നടക്കുന്ന കാലം. അപ്പൊ അൽഹംദുലില്ലാഹ് ഈ ഒരു വലിയ നിഅമത്തിന് നമ്മൾ ശുക്ർ ചെയ്യണം, നന്നായി ശുക്ർ ചെയ്യണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മശായിഖന്മാരെ അഹ്ലിൽ അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കാനും അവരോട് സുഹബത്ത്, അതാണ് ഏറ്റവും പ്രധാനം. സുഹബത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും പോയി വരലൊന്നുമല്ലല്ലോ. ആ മശായിഖന്മാരുടെ അടുത്തൊക്കെ ആൾക്കാർ വയറുവേദന മാറാൻ പോകും, അതല്ല അത് സുഹബത്ത് അറിയുന്നത്. അവർ ഫുൾ ടൈം കൂടെ നിന്നതാണ്. എല്ലാ സമയത്തും മശായിഖന്മാരെ കൂടെ തന്നെ സുഹബത്തിലും മുസാഹബത്തിലുമായി നടന്നു. അതാണ് മുറാഫഖത്ത്. എപ്പോഴും കൂടെ തന്നെ ആയി അവരെ നിർദ്ദേശത്തിൽ തന്നെ എന്തുണ്ടെങ്കിലും ഇമാം പിന്നെ ഷാറാനി തങ്ങൾ പറഞ്ഞൊക്കെ കണ്ടില്ലേ, എല്ലാം ഓരോ നിർദ്ദേശത്തിൽ. ഹജ്ജിന് പോവുകയാണെങ്കിൽ, അതേപോലെ യാത്ര പോവുകയാണെങ്കിൽ, അനങ്ങണമെങ്കിൽ ഇമാം ഷാറാനി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അഹ്മദുൽ ബദവി തങ്ങൾ പറഞ്ഞിട്ട് ഒരു കല്യാണം കഴിച്ചു വന്നു. മൂപ്പർക്ക് 4 ഭാര്യമാരുണ്ട്. അതിൽ ഒരു ഭാര്യയെക്കുറിച്ച് പറയുന്നുണ്ട്, അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ചതാണ്. കല്യാണമൊക്കെ കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന്, പക്ഷേ അവരോടൊപ്പം ബെഡ്റൂമിലേക്ക് പോകണമെങ്കിൽ അവരെന്നെ സമ്മതം തരണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും എത്രയോ കാലം ഞങ്ങൾ ജീവിച്ച് ഞങ്ങളൊരു റൂമിൽ കിടക്കുക പോലും ചെയ്തില്ലായിരുന്നു. കാരണം അത് ആരെന്നെ പറയണം, ഇനി അഹ്മദുൽ ബദവി തങ്ങളെന്നെ. വർഷങ്ങൾ കഴിഞ്ഞ് അഹ്മദുൽ ബദവി തങ്ങളെന്നെ വന്നെന്നെ അവരെ മക്ബറന്റെ സമീപത്തേക്ക് കൊണ്ടുപോയി പ്രത്യേക റൂം എടുത്ത് തന്നു. അവിടെയാണ് പിന്നെ ഞങ്ങൾ സംഗമിക്കുന്നതെന്നാണ്. അവർ വഫാത്തായി എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് സംഭവം. അവർക്കിടയിൽ എന്ത് വഫാത്ത്, എന്ത് ഹയാത്ത്, അവരൊന്നും ഹയാത്തിലല്ലേ ഉള്ളത്. എൻ്റെ മുരീദുമാരെ ഞാൻ നോക്കുന്ന പറഞ്ഞാൽ ഈ ഇലാ യൗമിൽ ഖിയാമയാണല്ലോ, അവിടുന്ന് അങ്ങോട്ടുമാണ്, ആലമുൽ അർവാഹ് മുതൽ നോക്കുകയാണ്. അതാണല്ലോ അതിൻ്റെ ഒരു രൂപം. അപ്പൊ നമ്മള് മശായിഖന്മാരെ കരങ്ങളിലും വലയങ്ങളിലും അല്ലാതിരുന്ന പഴച്ചു പോവും. കാരണം കാലം അങ്ങനെയാണ്, എങ്ങനെയും പോകാൻ കഴിയില്ല. അവിടെ ആഖിറു സമാനല്ലേ, എല്ലാ ഭാഗത്തും പ്രതിസന്ധികളാണ്. ഹുസൈനാര് തങ്ങളെ ഷഹാദത്തൊക്കെ ഓർത്തു വെച്ച് നടക്കേണ്ട കാലം. എല്ലാ രംഗത്തും, ആദർശ രംഗത്തും നമ്മളെ സാംസ്കാരിക രംഗത്തും മുഴുവനും പഴച്ച ചിന്തകളും നോട്ടങ്ങളും, ഈ മൊബൈൽ ഉപയോഗവും, ഫുൾ ഹറാമിലും
ആളുകളൊക്കെ നശിച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളുള്ള കാലത്ത് അവരെ നോട്ടത്തിലല്ലാതെ അനങ്ങാൻ കഴിയില്ലവിടെ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ബാക്കിയൊക്കെ വെറുതെ പറയാം. ഗസാലി ഇമാമൊക്കെ അവിടുത്തെ ദർസ് നിർത്തിയിട്ട് പോയതൊക്കെ വെറുതെ അല്ലല്ലോ. ആ ഒരവസ്ഥയിലേക്ക് മശായിഖന്മാർ നമ്മൾ എത്തിച്ചു തരട്ടെ. മശായിഖന്മാരുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ ഹുസൈനാര് തങ്ങളുടെ ഈ സംഭവം നമുക്കെന്നും എന്നുമെന്നും പ്രചോദനമുണ്ട് എന്നതിൽ തർക്കമല്ല. നമ്മളവരെ മദ്ഹ് പറയുക, നാസിബിയത്തിലും നമ്മളില്ല, റാഫിദിയത്തിലും ഇല്ല. നേർക്ക് നേരെയുള്ള ആ ഒരു മാധ്യമ വഴി എന്നൊക്കെ നമ്മൾ പറയാമല്ലോ, അതിൻ്റെ ഒരു ഇർജുവായ വഴി, അതിലൂടെ പോയി മശായിഖന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.